നമസ്കാരം, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ സമഗ്രമായ പ്രധാനപ്പെട്ട ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആശംസിക്കുന്നു. ഞാൻ അശ്വതി. ഞാൻ ആര്യാർദേവൻ. നമ്മൾ എന്തായാലും ഷിരൂരിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ശ്രദ്ധാകേന്ദ്രവും ഷിരൂർ തന്നെയാണ്. അർജുനായുള്ള തെരച്ചിൽ, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്ന് 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നലെ പ്രധാനപ്പെട്ട ഒരു അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള നിർണായക വിവരം അത് പ്രേക്ഷകരുമായി ആദ്യം പങ്കുവച്ചതും ന്യൂസ് 18 ഇന്നിപ്പോൾ പ്രധാനമായും നമ്മൾ നോക്കുന്നത് ആ അസ്ഥി മനുഷ്യന്റേതാണോ എന്നുള്ള കണ്ടെത്തൽ നടത്തേണ്ടതുണ്ട്. അത് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആ ലാബിൽ റിസൾട്ട് വന്നതിന് ശേഷം വേണം DNA പരിശോധനയ്ക്കായി. ആണെങ്കിൽ അത് DNA പരിശോധനയ്ക്ക് അയക്കും. കാരണം 3 പേരെ കാണാനില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ തെരച്ചിൽ നടക്കുന്നത്. അവരുടെ 3 പേരുടെയും DNA സാമ്പിളുമായി ഇത് പരിശോധിച്ച് നോക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും KV ബൈജു ആണ് അത് ആദ്യം, നമ്മുടെ റിപ്പോർട്ടർ KV ബൈജു ആണ് അത് ആദ്യം പുറം ലോകത്ത് എത്തിച്ചത് എന്നുള്ളത്. ഷിരൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ KV ബൈജു ഉണ്ടായിരുന്നു. ന്യൂസ് 18 അത് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെന്താ ഷിരൂരുണ്ട്. ഒപ്പം PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതും ഇന്നലെ കത്തി നിൽക്കുകയായിരുന്നു. ഞായറാഴ്ചയായിട്ട് പോലും വാർത്തയ്ക്ക് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോ PV അൻവർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കവർ പേജ് ഫേസ്ബുക്കിലെ സോഷ്യൽ മീഡിയ അദ്ദേഹം പ്രധാനമായും വളരെ ഗൗരവമായി കാണുന്ന ആളാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് പല കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ അദ്ദേഹത്തിന്റെ കവർ പേജ് മുഖ്യമന്ത്രിയും അദ്ദേഹവും കൂടി ഇരിക്കുന്ന കവർ പേജ് ആണെങ്കിൽ അണികൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന കവർ പേജ് ആക്കി PV അൻവർ അത് മാറ്റിയിരിക്കുന്നു. അതെന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് പകൽ പോലെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം അങ്ങനെ ഒരു രീതിയിലേക്ക് PV അൻവറും എത്തുകയാണ്. അങ്ങനെ എത്തുകയാണെങ്കിൽ PV അൻവർ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഏത് രീതിയിൽ നിർണായകമായി മുന്നോട്ട് നീക്കുമെന്നുള്ളത് രാഷ്ട്രീയ ചുവടുമാറ്റം പോലും ഉണ്ടാകുമോ എന്നുള്ളതും രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന കാര്യമാണ്. മറ്റൊന്ന്, പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട ADGP സമർപ്പിച്ച റിപ്പോർട്ട്, അതിന്റെ പുകച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രതിപക്ഷവും CPIയും ഒക്കെ കടുത്ത വിമർശനവുമായി രംഗത്തുണ്ട്. എന്തായാലും ആ റിപ്പോർട്ട് ഇവരാരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതും ഉണ്ടായിട്ടില്ല എന്നാണ് ADGP സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പൂരം കലങ്ങിയത് എന്നുള്ള ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട മധുസാറിന്റെ, മലയാള സിനിമയുടെ കാരണവർ മധുസാറിന്റെ 91ാമത്തെ പിറന്നാളാണ്. അപ്പൊ ന്യൂസ് 18 വക ഹാപ്പി ബർത്ത്ഡേ, പിറന്നാൾ ആശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ മധുസാറിന്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അശ്വതി. അപ്പോൾ പിറന്നാൾ ദിനം അദ്ദേഹം എങ്ങനെയാണ് ആഘോഷിക്കുന്നത്, 91ാമത്തെ പിറന്നാൾ എങ്ങനെയാണ് അദ്ദേഹം കളറാക്കാൻ ആലോചിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ ഭവ്യ പാർവതി മധുസാറിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ചായയോ കാപ്പിയോ പത്രമോ ഒക്കെ ആയിട്ട് ഇതിന് മുന്നിലിരിക്കുന്ന പ്രേക്ഷകർക്ക് നിരവധി വാർത്തകളും വിശേഷങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എത്തിക്കാൻ ഇനിയോ 1.5 മണിക്കൂർ ഞങ്ങൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് പോകാം. അതെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഷിരൂർ തന്നെയാണ്. ഷിരൂർ ദൗത്യം നിർണായക ദിനത്തിലാണ് ഇന്നുള്ളത്. മനുഷ്യ സമാനമായ അസ്ഥി ലഭിച്ച സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ നടക്കുക. ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആദ്യം പുറം ലോകത്തേക്ക് എത്തിച്ചത് ന്യൂസ് 18 ആണ്. ദൗത്യം ഏകോപിപ്പിക്കാനായി റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രബാലൻ ഷിരൂരിലെത്തി. തെരച്ചിലിന് ಮೂಳೆನಾ ಇದು ಎನ್ನುವಂತ ಬಗ್ಗೆ ಈಗ ಪತ್ತೆ ಹಚ್ಚಬೇಕಾಗಿದೆ. ಈಗಾಗಲೇ ಈಗ DNA ಟೆಸ್ಟ್ ಮಾಡಬೇಕಾಗಿದೆ. ಆ ಮೂಲಕ ಈಗ ಇದು ಯಾರ ಮೂಳೆ ಎನ್ನುವಂಥದ್ದು ತಿಳಿಯಬೇಕಾಗಿದೆ. ಈಗಾಗಲೇ ನಾಪತ್ತೆಯಾದವರ ಪೈಕಿ ಒಂದು ಕೇರಳ ಮೂಲದ ಅರ್ಜುನ್ ಇದ್ದಾನೆ. ಅದೇ ರೀತಿ ಸ್ಥಳೀಯರ ರೀತಿಯಲ್ಲಿ തെരച്ചിലിന് അനുമതി ലഭിച്ചതോടെ ഈശ്വർ മൽപ്പയും ഇന്ന് മടങ്ങിയെത്തും. അർജുന്റെ ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയ ഭാഗത്തെ മണ്ണ് ഇന്നത്തോടെ പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനൊപ്പം നേവിയുടെയും NDRFന്റെയും SDRFന്റെയും ഈശ്വർ മൽപ്പയുടെയും നേതൃത്വത്തിലായിരിക്കും ഇന്നത്തെ തെരച്ചിൽ. ഷിരൂരിൽ നിന്നും KV ബൈജു ചേരുന്നു. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. ഷിരൂരിൽ ഇന്നലെ അസ്ഥി കണ്ടെത്തിയപ്പോൾ അത് ആദ്യം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി. അതിന് അഭിനന്ദനങ്ങൾ. കാരണം ആദ്യം മുതലേ ബൈജു അവിടെയുണ്ട്. ഷിരൂരിൽ അർജുന്റെ കുടുംബത്തിനൊപ്പമുണ്ട്. ഒപ്പം ഈശ്വർ മൽപ്പ ഇന്നലെ പോയപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വരെ ഒരു ശ്രമം ബൈജുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പൊ ഇന്ന് ഈശ്വർ മൽപ്പയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ അന്വേഷണത്തിന് അല്ലെങ്കിൽ അതിന് ഊർജ്ജം പകരുന്നതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എങ്ങനെയായിരിക്കും ഇന്നത്തെ നീക്കങ്ങൾ?
തീർച്ചയായും അശ്വതി, ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് ശിരൂർ ദൗത്യം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇന്നത്തെ തിരച്ചിൽ അത്രത്തോളം നിർണായകമാണ്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഗംഗാവലി പുഴയുടെ തീരത്തു തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാം. ആ ഡ്രഡ്ജർ അവിടെ കാണാം. ഇപ്പോൾ ഡ്രഡ്ജർ ഇപ്പോൾ വെച്ചിട്ടുള്ള ആ സ്ഥലം അവിടെയാണ് ഈ ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത CP4 തൊട്ട് അടുത്തായ ആ സ്ഥലം. അവിടെയാണ് ഈ ഇന്നലെ അസ്ഥി ലഭിച്ച ആ ഒരു സ്ഥലം. അവിടെ കേന്ദ്രീകരിച്ച് ഇന്ന് തെരച്ചിൽ നടത്താനാണ് തീരുമാനം. എന്തായാലും ഇന്നത്തെ തെരച്ചിലിന്റെ പ്രത്യേകത എല്ലാ സംഘങ്ങളും ഒന്നിക്കുന്നു എന്ന് തന്നെയാണ്. NDRF-ഉം SDRF-ഉം പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ മുഴുവൻ സേനാംഗങ്ങളും എത്തുന്നു. അതിനു പുറമെ ഇന്ദ്രപാൽ അദ്ദേഹം ഇന്ന് നേരിട്ട് ശിരൂരിൽ വീണ്ടും എത്തുന്നു. നമുക്കറിയാം ഈ ദൌത്യത്തിൽ ആദ്യഘട്ടത്തിൽ ഇന്ദ്രപാൽ അദ്ദേഹം ഇവിടെ ഇത്തരത്തിലുള്ള പരിശോധന നടത്തുകയും ഈ ലോറിയുടെ ലോഹഭാഗങ്ങൾ, വലിയ ബെൻസ് വാഹനത്തിന്റെ ലോഹഭാഗങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇന്നത്തെ തെരച്ചിൽ. ഇന്നലെ നേവിയുടെ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ആ സ്ഥലത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ അർജുന്റെ ലോറിയോ അർജുന്റെയോ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിലായി വൈകിട്ട് നടത്തിയ ഡ്രഡ്ജർ ഉപയോഗിച്ച്, ദൃശ്യങ്ങൾ കാണുന്ന ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് വൈകിട്ട് നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ നിർണായകമായ ഒരു സൂചനകൾ ലഭിക്കുന്നതും വിവരങ്ങൾ ലഭിക്കുന്നതും ഈ അസ്ഥി ലഭിക്കുന്നതും. എന്തായാലും DNA പരിശോധന ഫലം അതും വളരെ നിർണായകമാണ്. അത് ഇന്ന് വൈകിട്ടോടോ അല്ലെങ്കിൽ നാളെ രാവിലെയോടോ കൂടി ലഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിനായുള്ള കാത്തിരിപ്പാണ്. അത് ഇനി നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെതാണോ അതല്ല രണ്ടുപേർ കൂടി, കന്നഡികരായ രണ്ടുപേർ കൂടി കാണാതായിട്ടുണ്ട്. അവർക്കും കൂടി വേണ്ടിയുള്ള തെരച്ചിലാണിത്. ലോകേഷും ജഗന്നാഥും ഇനി അവരുടേതാണോ അതാണ് അറിയേണ്ടത്. എന്തായാലും ആ ലോറി ഉണ്ട്, ആ ലോറിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപമായാണ് ഇത്തരത്തിൽ ഈ അസ്ഥി ലഭിച്ചത് എന്നത് അർജുൻ്റെതാകാമെന്ന ഒരു സൂചനയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതിനിടയിൽ തന്നെ ഇത് മനുഷ്യൻ്റെതാണോ അല്ല മൃഗങ്ങളോ മറ്റോ ആണോ എന്ന കാര്യത്തിലും ഒരു സംശയമുണ്ട്. അതിനും സ്ഥിരീകരണം വരണം. ഏതായാലും ഇതൊക്കെ വലിയ നിർണായകമാണ്. ശിരൂർ ദൗത്യം അതിന്റെ അവസാനഘട്ട ദൗത്യം അത്രത്തോളം നിർണായകമായ ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ തെരച്ചിൽ അതിനിർണായകമെന്ന് പറയേണ്ടി വരും. കാരണം ആ രീതിയിലുള്ള തെരച്ചിലായിരിക്കും. വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഇനി ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ. കാരണം അവിടെ വലിയ തോതിലുള്ള മണ്ണും ചെളിയും ഒക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി ഇത്തരത്തിൽ എന്തെങ്കിലും കൂടുതൽ വസ്തുക്കൾ ഇന്നലെ ലഭിച്ചതുപോലെ ഈ അസ്ഥിയോ അതുപോലെ മനുഷ്യ ശരീരാവശിഷ്ടങ്ങളോ എന്തെങ്കിലും കിട്ടുമോ എന്ന അത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയുള്ള തെരച്ചിലായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഈ തെരച്ചിൽ നമ്മളും ഉണ്ടാവും. ഇവിടെ ഇത്തരത്തിൽ തത്സമയ വിവരങ്ങളുമായി, തത്സമയ ദൃശ്യങ്ങളുമായി ന്യൂസ് 18 സംഘവും ഉണ്ടാവും. എന്തായാലും ആ വാർത്ത ആദ്യം പുറം ലോകത്തേക്ക് അറിയിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ന്യൂസ് 18നെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥ്യം. കൃത്യമായ വിവരങ്ങൾ അത്തരത്തിൽ പ്രേക്ഷകർക്ക് എത്തിക്കാൻ ആദ്യഘട്ടത്തിലെ ആ ദൗത്യത്തിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന വിവരം അത് ന്യൂസ് 18 കൃത്യമായി ഈ ഇന്ദ്രപാൽ അദ്ദേഹം അടയാളപ്പെടുത്തിയ CP4 എന്ന സ്ഥലത്ത് ലോറിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്ന ആ സ്ഥലം അത് കൃത്യമായി ന്യൂസ് 18 നൽകാൻ സാധിച്ചു. അതിന് തൊട്ടു പിന്നാലെ വളരെ നിർണായകമായ ആ വിവരം, അസ്ഥി കിട്ടിയെന്ന വിവരം ഇന്നലെ രാത്രി 7:45 ന്യൂസ് 18 ആ വാർത്ത അറിയുന്നതും 8 മണിയോടുകൂടി തന്നെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ, ആ അസ്ഥിയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ DNA പരിശോധന ഫലത്തിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ അസ്ഥിയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ന്യൂസ് 18 പുറത്തുവിടുന്നു. ഏതായാലും 3 പേരുടെയും DNA പരിശോധനാ ഫലം, ഈ മരണപ്പെട്ട് കാണാതായ 3 പേരുടെയും ബന്ധുക്കളുടെ DNA പരിശോധനാ ഫലം നേരത്തെ തന്നെ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. ഇനി ആ DNA ആരുടേതാണെന്ന് ആ ഫലം അത് ഒത്തുനോക്കേണ്ടിയിരിക്കുന്നു. അത്തരം പ്രവർത്തികളായിരിക്കും ഇന്ന് നടക്കുക. ബൈജു, നമ്മളെ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. ബൈജു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് അവിടെ നടക്കാൻ പോകുന്ന ഈ CP4 എന്ന് മാർക്ക് ചെയ്ത സ്ഥലത്ത്, നമുക്ക് അസ്ഥി കിട്ടിയ സ്ഥലത്ത് നടക്കാൻ പോകുന്ന തെരച്ചിൽ, അത് ഏറെ നിർണായകമാണ്. കൂടുതൽ അവശിഷ്ടങ്ങൾ ലഭിക്കുമോ, അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ ലഭിക്കുമോ എന്നൊക്കെ നമ്മൾ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ അസ്ഥി അത് മനുഷ്യൻ്റെതാണോ മൃഗത്തിൻ്റെതാണോ എന്നുള്ള ഫലം ആദ്യം വരണം. ആ പരിശോധനാ ഫലം വരണം. അതിനുശേഷമായിരിക്കുമല്ലോ സ്വാഭാവികമായും DNA പരിശോധനയ്ക്കായി അയക്കുക. ഈ പ്രാഥമികമായ ഈ ഫലം അത് എപ്പോഴത്തേക്ക് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കണം ബൈജു?
ഇന്ന് വൈകിട്ടോടുകൂടിയോ അതല്ല നാളെയോടുകൂടിയോ ലഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കാര്യത്തിൽ ആര്യ, നമ്മൾ വിദഗ്ധരായ ഡോക്ടർമാരോട് ഈ ദൃശ്യം നൽകി നമ്മൾ ഈ കാര്യം അന്വേഷിച്ചിരുന്നു. പക്ഷേ അവർ പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ദൃശ്യം നോക്കി നമുക്ക് മനുഷ്യന്റേതാണോ അല്ലെങ്കിൽ മൃഗത്തിന്റേതാണോ എന്ന് നമുക്ക് കണ്ടെത്താൻ ഒരിക്കലും സാധിക്കില്ല. അത് DNA പരിശോധന നടത്തി മാത്രമേ സ്ഥിരീകരിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ അതിനുശേഷം ഇത് അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണാതായിട്ടുള്ള 3 പേരുണ്ട്. ആരുടേതാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം ഈ അർജുന്റെ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തിയെന്ന് പറയുന്ന അതേ സ്ഥലത്ത് അതിന് സമീപത്ത് നിന്നാണ് ഈ അസ്ഥി കിട്ടിയെന്നത്. അതാണ് നമുക്ക് ഏറ്റവും പ്രതീക്ഷ ഉണ്ടാക്കുന്നത്. എന്തായാലും ഈ കുടുംബം ഇപ്പോൾ ഇവിടെയുണ്ട്. അഞ്ജു ഉൾപ്പെടെയുള്ള ജതിനും ഉൾപ്പെടെ ഇവിടെ ഈ ശിരൂരിൽ തന്നെയുണ്ട്. അഞ്ജു ഇന്നലെ മടങ്ങുമെന്നാണ് അറിയിച്ചത്. പക്ഷേ ഇന്നലെ അവർ ഇവിടെ നിന്നും പോയിട്ടില്ല. അവർ അല്പസമയത്തിനകം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് നമ്മോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അവരും വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ വാർത്ത ന്യൂസ് 18 ആദ്യം ബ്രേക്ക് ചെയ്തപ്പോൾ അവരും അത് വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ അതിനിർണായകമെന്ന് പറയേണ്ടി വരും. മാത്രമല്ല ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോറി കണ്ടെത്തേണ്ടതുണ്ട്. ആ ലോറി ഇന്നത്തെ തെരച്ചിൽ കണ്ടെത്താനാകുമോ? അതിനാണ് ഇന്ദ്രപാൽ അദ്ദേഹം നേരിട്ട് ഇവിടെ എത്തുന്നത്. കുടുംബം കൂടി ആവശ്യപ്പെട്ട പ്രകാരമാണ് അദ്ദേഹം എത്തുന്നത്. നമുക്കറിയാം ആദ്യഘട്ടത്തിലൊക്കെ വലിയ ഈ തെരച്ചിലിന് നേതൃത്വം നൽകിയും വലിയ സംഭാവന ചെയ്തതും ഒരാളാണ് ഇന്ദ്രപാൽ. അദ്ദേഹമാണ് റഡാർ പരിശോധനയിലൂടെ ഇത്തരത്തിൽ ലോറി ആ വലിയ ലോഹഭാഗം കണ്ടെത്തുകയും അവിടെ മാർക്ക് ചെയ്യുകയും ചെയ്തത്. ആ പ്രദേശത്ത് നേരത്തെ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം ഇന്ന് അങ്ങോട്ടേക്ക് എത്തുന്നു. അദ്ദേഹവും പ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചത്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ അത് ഗുണം ചെയ്യും എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെയും പ്രതികരണം. ഒപ്പം മൽപെ ഇന്നലെ ഒന്ന് പിണങ്ങിപ്പോയിരുന്നല്ലോ അവിടെ നിന്ന്. മൽപയ്ക്ക് അത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമല്ലേ? മൽപയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തില്ല എന്ന് പിന്നീട് MLA വന്ന് പറയുന്നു. യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് മൽപെ സ്വന്തം നിലയിൽ ഇറങ്ങുന്നത് തെരച്ചിലിന്. അത് നടത്താനാകില്ല എന്ന രീതിയിലായിരുന്നു അവിടെ നിന്നുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഒക്കെ പ്രതികരണം. ഇന്നിപ്പോൾ മൽപെ എത്തുന്നു എന്ന് നമ്മളെയും അറിയിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? തീർച്ചയായും ഇന്നലെ ലോറി ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവർ MLAയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് വൈകിട്ടോട് കൂടി ഇത്തരത്തിൽ ഒരു തീരുമാനമാകുന്നതും പിന്നീട് മാൽപയെ ആ വിവരം അറിയിക്കുകയും. മാൽപെ പ്രധാനമായും പറഞ്ഞത് ഔദ്യോഗികമായി അറിയിക്കാതെ ഇനി ശിരൂരിലേക്കില്ല എന്നാണ്. അപ്പോഴും 3 കുടുംബങ്ങൾക്ക് താൻ ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തന്റെ ജീവൻ പോലും നോക്കാതെ താൻ അവർക്കായി അവരുടെ തെരച്ചിലായി മുന്നിലുണ്ടാകുമെന്നായിരുന്നു. പക്ഷേ ഇന്നലെ വളരെ അപമാനിതനായാണ് മാൽപയെ കണ്ടത്. ഒരുപക്ഷെ ജില്ലാ ഭരണകൂടം ഇവിടെ മാൽപയെ വലിയ തോതിൽ അവഗണിക്കുന്നത് നമ്മൾ ആദ്യം മുതൽ തന്നെ കാണുന്നുണ്ടായിരുന്നു. അത് നമ്മൾ വാർത്തയിലൂടെ പുറം ലോകത്ത് എത്തിക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ അപ്പോഴും എല്ലാം ഈ മാൽപെ അതെല്ലാം സഹിച്ച് ഇവിടെ ഇത്തരത്തിൽ സ്വന്തം നിലയിൽ സൗജന്യമായി തെരച്ചിൽ നടത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ ഈ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ 9 മണിയോടുകൂടി പ്രവർത്തിപ്പിക്കുമ്പോൾ മാൽപെ 6 മണിയോടുകൂടി തന്നെ ഈ ഗംഗാവലി പുഴയിലെത്തുകയും അദ്ദേഹം ഈ ആഴങ്ങളിലേക്ക് എത്തുകയും നിരവധി വസ്തുക്കൾ എടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ തന്നെ അദ്ദേഹം 10 മിനിറ്റ് ഇത്തരത്തിൽ ഡൈവ് ചെയ്തപ്പോൾ തന്നെ ഒരു സ്കൂട്ടർ, അതായത് കൂടുതൽ തടിക്കഷ്ണങ്ങൾ ഉണ്ട് എന്ന് തന്നെയായിരുന്നു മാൽപെ പറഞ്ഞത്. ഏതായാലും മാൽപെ ഈ തെരച്ചിലിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച ഒരാളാണ്. തുടക്കം മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. മാൽപയെ ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിൽ തെരച്ചിൽ നടത്തുമ്പോൾ അത് വലിയ ആശങ്കയുണ്ടാക്കും. നമ്മളെല്ലാം തന്നെ കാത്തിരിക്കുന്നത് ആ ദൌത്യത്തിൽ ഏറ്റവും അവസാന ദൌത്യമാണ്. ഇനിയൊരു അവസരമില്ല. ഈ ദൌത്യം ഏറ്റവും അവസാനത്തതാണെന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട്. കുടുംബവും അത് ഉൾക്കൊള്ളുന്നുണ്ട്. അവരും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ പരമാവധി പ്രയോജനപ്പെടുത്തി ഈ തിരച്ചിൽ വളരെ വേഗത്തിലാക്കുകയും അതുപോലെ തന്നെ ഈ ലോറി കണ്ടെത്തുകയും ചെയ്യണം. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പേരെയും കണ്ടെത്തണം. അവരുടെ മറ്റ് ജഗന്നാഥിനെയും ലോകേഷിനെയും കുടുംബങ്ങളൊക്കെ ഇവിടെ എത്തി കാത്തിരിപ്പായിരുന്നു. ഇന്നലെ വരെ അവർ ഇവിടെ വന്നിങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവരെല്ലാം ആ വലിയ കാത്തിരിപ്പിൽ തന്നെയാണ്. അതിനിടയിൽ തന്നെ വലിയ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ റോഡ് ഉപരോധിക്കുന്ന രീതിയിലൊക്കെ ഈ ജഗന്നാഥിന്റെയും ലോകേഷിന്റെയും കുടുംബങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദം ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ വേഗത വേണം. ഇന്നലെ തന്നെ നേരിയ തോതിലുള്ള ഇടവിട്ട മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുടുംബം ഉൾപ്പെടെ പറയുന്നത് ഇത് വളരെ വേഗത്തിലാക്കണം ഈ തെരച്ചിൽ എന്നത്. ഏതായാലും ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ കാണാം. ആ ഡ്രഡ്ജറിൽ
ജീവനക്കാരൊക്കെ രാവിലെ തയ്യാറാകുന്നത് കാണാം. 8 മണിയോടുകൂടി ഡ്രഡ്ജർ പ്രവർത്തിച്ചു തുടങ്ങും. നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ 10 മണിക്കൂറാണ് ഈ ഡ്രഡ്ജറിന്റെ സമയം. ഒരു ദിവസം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ, അത് 9 മണി വരെ ഒക്കെ തുടങ്ങാൻ ആവുമ്പോൾ അത് 7 മണി വരെ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രഡ്ജർ 80 മണിക്കൂറിലേക്കാണ് ഇപ്പോൾ കരാറുള്ളത്. ഇന്ന് ഇതിന്റെ കരാർ തുക ഇവർ നൽകിയതിന്റെ ഇത് തീരും 3 ദിവസത്തേക്കാണ് ഇപ്പോൾ നൽകിയത്. അത് ഇനി നീട്ടി നൽകുമെന്ന് തന്നെയാണ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ 10 മണിയോടുകൂടി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ ഏകോപന കുറവ് ഇവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളിലും കാണാമായിരുന്നു. ഒരുപക്ഷെ അതെല്ലാം ഇന്ന് മാറിയേക്കും. കാരണം ഈ അസ്ഥി കിട്ടി എന്ന വിവരം വളരെ നിർണായകമാണ്. അത് ഈ തെരച്ചിലിന് ഊർജ്ജം പകരുന്നുണ്ട്, ദൌത്യ സംഘങ്ങൾക്കും ഊർജ്ജം പകരുന്നുണ്ട്. അതുകൊണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ 10 മണിയോടുകൂടി എത്തും. അവിടുത്തെ അധികാരികൾക്കൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളും ഉണ്ടാകില്ലേ ബൈജു? AKM അഷ്റഫ് MLA ഒക്കെ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നും അദ്ദേഹം ഗംഗാവലി തീരത്തേക്ക് എത്തുമോ? ഈ 3ാം ഘട്ട തെരച്ചിൽ തുടരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ AKM അഷ്റഫ് ശിരൂരിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം സ്വകാര്യ ആവശ്യത്തിനായി നാട്ടിലേക്ക് പോയത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തിരിച്ചെത്തുമെന്ന് തന്നെയാണ് AKM അഷ്റഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് AKM അഷ്റഫ് ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 10 മണിയോടുകൂടി കാർവാർ MLA സതീഷ് സേലും ഇവിടെ എത്തുന്നുണ്ട്. ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ എത്തുന്നുണ്ട്. SP B നാരായണൻ എത്തുന്നുണ്ട്. അത്തരത്തിൽ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തുന്നുണ്ട്. അതിനുമപ്പുറം NDRFും SDRFും സംഘവും ഇന്ന് രംഗത്തിറങ്ങുന്നുണ്ട്. ഇന്നലെയൊന്നും NDRFിന്റെ സംഘം ഇവിടെ ഇറങ്ങിയിരുന്നില്ല. നേവി കൂടി ഇന്ന് ഇറങ്ങും എന്നാണ് ഈ കാർവാർ MLA വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ ആദ്യഘട്ടത്തിലും അതുപോലെ തന്നെ 2ാം ഘട്ടത്തിലും എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ ആ പരമാവധി പ്രയോജനപ്പെടുത്തി വളരെ വേഗത്തിൽ ഈ ലോറിക്കരികിലേക്കും അതുപോലെ തന്നെ അർജുന ഉൾപ്പെടെയുള്ള 3 പേർക്ക് അരികിലേക്കും എത്താൻ ആ ഒരു ശ്രമം ഉണ്ടാകും. എന്തായാലും പ്രതീക്ഷ പകരുന്ന ഒരു കാര്യം ഇപ്പോൾ ഡ്രഡ്ജർ കാണുന്ന അതിന് സമീപത്തായി ഇത്തരത്തിൽ ഈ അസ്ഥി ലഭിച്ചു എന്നത് തന്നെയാണ്. ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയാൽ ഒരുപക്ഷെ കൂടുതൽ ഇത്തരത്തിൽ മനുഷ്യ അവശിഷ്ടങ്ങൾ നമ്മൾ കാണാതായവരുടെ എന്തെങ്കിലും വസ്തുക്കൾ അത്തരത്തിൽ ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് തെരച്ചിൽ നടത്തുക. ഒപ്പം ഈശ്വർ മൽപ്പ 11 മണിയോടുകൂടി എത്തുമെന്നാണ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചത്. അദ്ദേഹം ഉടുപ്പിയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. മകന് അസുഖമായിട്ടും താൻ ഇവിടെ ഇത്തരത്തിൽ വന്നത് ആ കുടുംബങ്ങൾക്ക് നൽകിയ വാക്ക്, ആ ഉറപ്പ് അത് പാലിക്കാനാണ്, കണ്ടെത്താനാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വളരെ വേദനയോടുകൂടിയായിരുന്നു അദ്ദേഹം, അപമാനിതനായിരുന്നു അദ്ദേഹം ഇവിടുന്ന് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച കണ്ടത്. നമ്മൾ ആ കാഴ്ചയിലും നമ്മൾ ദൃക്സാക്ഷിയായിരുന്നു. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഒരു ശ്രമം നമുക്കുമുണ്ടായിരുന്നു. കാരണം ഈ ദൌത്യം തുടങ്ങുന്നത് മുതൽ തന്നെ നമ്മൾ ഇവിടെ ഉള്ള ഒരാളെന്ന നിലയിൽ, ന്യൂസ് 18 സംഘം ഇവിടെ തുടരുന്ന ഒരാളെന്ന നിലയിൽ ഇത് ഇവിടുത്തെ ഓരോ വിവരങ്ങളും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്കും ആ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഈ ദൌത്യം എത്രയും പൂർത്തിയായി ആ കുടുംബങ്ങൾക്ക് അവർക്ക് ആശ്വാസമുള്ള ഒരു വാർത്ത എത്രയും പെട്ടെന്ന് ലഭിക്കണം എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിവരങ്ങൾ ആദ്യം തന്നെ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതും. എന്തായാലും ഇന്ന് ബൈജു, എന്തായാലും മൽപ്പ ഇന്ന് എത്തുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം കൂടിയാണ്. മറ്റൊന്ന്, ഇന്നലെ ഒരു ലോഹഭാഗം കണ്ടെത്തിയിരുന്നല്ലോ. മറ്റൊരു ലോറിയുടെ ടയർ, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കിട്ടുകയും ചെയ്തിരുന്നു. അർജുന്റെ ലോറിയുടേതാണോ ഇതുവരെയും ഒരു ഭാഗവും ലഭിക്കാതിരുന്നതും? ഈ കൂടുതൽ വാഹനങ്ങൾ ഓരോ മുങ്ങലിലും ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലഭിക്കുമ്പോൾ, ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ഇനിയും ഇത്തരത്തിലുള്ള ലോഹഭാഗങ്ങളും നിരവധി വാഹനങ്ങളുടെയും അവശിഷ്ടങ്ങളൊക്കെ കാണുമ്പോൾ അതെന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതുവരെയും അവിടെ ഈ കാണാതായി എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 3 പേർക്കപ്പുറം കൂടുതൽ പേർ അപകടത്തിൽ ആ സമയത്ത് പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് ഉയരുന്നില്ലേ? തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ബ്രേക്ക് ചെയ്ത ആ സംഭവം. ഇതിൽ ഈ ഗംഗാവലി പുഴയിൽ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടതായുള്ള സൂചനകളാണ് ഈശ്വർ മൽപ്പ നടത്തിയ ആ തെരച്ചിലിൽ മനസ്സിലാക്കാൻ സാധിച്ച. ഉഗ്ര സ്ഫോടനമുണ്ടായതായുള്ള ഒരു വിവരം കൂടിയുണ്ട്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതാണ്. എന്തായാലും അത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല. ഒരു പക്ഷേ ആ ലോറിയുടെ ഭാഗങ്ങൾ, കണ്ടെടുത്ത ലോറിയുടെ ഭാഗങ്ങളുടെ ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. അത്രത്തോളം വലിയ
ആഴവും ആ ഭാഗത്തുണ്ടെന്നാണ് ഈശ്വർ മൽപ്പ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉഗ്രസ്ഫോടനം ഉണ്ടായേക്കാം. പക്ഷേ അപ്പോഴും ആശ്വാസമാകുന്നത് ഈ അർജുന്റെ ലോറിയുടെ ഏതെങ്കിലും വലിയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ ലോറി വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകില്ല എന്ന ഒരു പ്രതീക്ഷയുണ്ട്. അത് ഈ മണ്ണിലേക്ക് ഇത്തരത്തിൽ പൂണ്ട നിലയിലായിരിക്കാം ഉണ്ടാവുക എന്ന് തന്നെയാണ്. ഒരു പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അസ്ഥി അത് അർജുന്റേതല്ലെങ്കിൽ ആ ലോറിക്കരികിലേക്ക് എത്തേണ്ട ദൌത്യമാണ് ഇനിയുള്ളത്. എന്തായാലും ആ ലോറിക്കരികിലേക്ക് എത്തുക, ആ ക്യാബിൻ പരിശോധിക്കുക, അത് തന്നെയാണ് തുടക്കം മുതലുള്ള ദൌത്യ സംഘത്തിന്റെ ആ ഒരു തീരുമാനം. എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ അസ്ഥി അത് വളരെ നിർണായകമാണ്. അതിന്റെ DNA പരിശോധനാ ഫലവും വളരെ നിർണായകമാണ്. എന്തായാലും അതിനുമുള്ള ഒരു കാത്തിരിപ്പാണ് ഈ കുടുംബം ഉൾപ്പെടെയുള്ളത്. അത് ഇന്ന് വൈകിട്ടോ നാളെയോടുകൂടി എത്തും. ഔദ്യോഗികമായ സംവിധാനങ്ങളിലൂടെ മാത്രമേ ഈ DNA പരിശോധനാ ഫലം സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടാവൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കലക്ടർ ഉൾപ്പെടെയുള്ള ആ സംഘം അവർ ഇത്തരത്തിൽ അത് സംബന്ധിച്ച അറിയിപ്പ് നമുക്ക് നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അതിനു മുമ്പ് നമുക്ക് ആ DNA പരിശോധനാ ഫലം സംബന്ധിച്ച വിവരങ്ങൾ എത്തിക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ തേടുന്നത്. എന്തായാലും വളരെ വേഗം ആ വിവരം എത്തിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ദൌത്യം. ഈ ദൌത്യം കാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു വേളയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തത്സമയം തന്നെ ദൃശ്യങ്ങളിൽ കാണാം. ആ ഡ്രഡ്ജർ കമ്പനി ജീവനക്കാരൊക്കെ ഒരുങ്ങുന്നത് അല്പസമയത്തിനകം, അതായത് 8-8:30 മണിയോടുകൂടി ആ ഡ്രഡ്ജർ പ്രവർത്തിച്ചു തുടങ്ങും. കാരണം ഇന്ന് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയുള്ള തെരച്ചിലാണ്. ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ഏതെങ്കിലും മനുഷ്യ ആവശ്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അത് ഈ 3 പേരും പുഴയിലോ കടലിലോ മറ്റും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കുടുംബങ്ങൾ ഉൾപ്പെടെ ഈ ദൌത്യ സംഘങ്ങൾ ഉൾപ്പെടെ തിരയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ എവിടെയും ഇങ്ങനെ ഒരു ശരീരാവശ്യങ്ങൾ പോലും ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ ഈ പുഴയുടെ അടിത്തട്ടിൽ എവിടെയെങ്കിലും തന്നെ ഈ 3 പേരുടെയും ഇത്തരത്തിലുള്ള ശരീരഭാഗങ്ങൾ ഉണ്ടാകാം. അത് തന്നെയാണ് ദൌത്യ സംഘം തേടുന്നതും. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ നിർണായകമാണ്. കാലാവസ്ഥ അനുകൂലമാണ്. ഏതെങ്കിലും തരത്തിൽ ഇന്നലത്തേതുപോലെ മഴ ഉള്ള ഒരു കാലാവസ്ഥയല്ല. ആ കാലാവസ്ഥ പരമാവധി പ്രയോജനപ്പെടുത്തി ഇന്ന് തിരച്ചിൽ ഊർജിതമാക്കാൻ തന്നെയാണ് തീരുമാനം. അതെ, എത്രയും പെട്ടെന്ന് അർജുനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സൂചന ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് കുടുംബത്തോടൊപ്പം തന്നെ ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നത്. ബൈജു, എന്തായാലും കുടുംബം പറയുന്നത് അത് തന്നെയാണ്. ഇടവേളകളില്ലാതെ ഡ്രഡ്ജർ പ്രവർത്തിക്കണം. ഇന്നും അത്തരത്തിൽ തന്നെ പ്രവർത്തിക്കും എന്നുള്ളതാണ് നമ്മളും മനസ്സിലാക്കുന്നത്. അതായത് അനുവദിച്ചിട്ടുള്ള സമയത്തിൽ ഒരു ഇടവേളയും ഇല്ലാതെ ഡ്രഡ്ജർ പണിയെടുക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇത്തരത്തിൽ ലോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോഹ ഭാഗങ്ങളോ അർജുന്റെ ശരീരഭാഗങ്ങളോ ഒക്കെ കിട്ടണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ നിർത്താതെ അവിടെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈജു? തീർച്ചയായും കുടുംബം ആവശ്യപ്പെടുന്നത് ഈ ഡ്രഡ്ജർ അത് നിർത്താതെ തന്നെ തുടരുക. അതിനൊപ്പം ഈശ്വർ മൽപ്പെ ഉൾപ്പെടെയുള്ള സേവനം മറ്റിടങ്ങളിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുക, ആഴങ്ങളിലുള്ള തെരച്ചിൽ നടത്തുക. അത് തന്നെയാണ് കുടുംബം ആവശ്യപ്പെട്ടത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈശ്വർ മൽപ്പയെ ഇവിടെ നിന്നും മാറ്റണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ജില്ലാ ഭരണകൂടമാണ് ഇത്തരത്തിൽ ഈ ഈശ്വർ മൽപ്പയുമായുള്ള ഒരു സഹകരണമില്ലാത്ത ഒരു മാനസിക പ്രശ്നം അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് സൗജന്യമായാണ് താൻ ഈ സേവനം നടത്തുന്നത്, അതുകൊണ്ട് തന്നെ തന്റെ സ്വന്തം റിസ്കിൽ താൻ തെരച്ചിൽ നടത്തിക്കൊള്ളാമെന്നായിരുന്നു. പക്ഷേ അപ്പോഴും MLA ഉൾപ്പെടെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവൻ അപകടപ്പെടാൻ സാധ്യതയുണ്ട്, അത്തരത്തിൽ തെരച്ചിൽ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഇന്നലെ അദ്ദേഹത്തെ ഇവിടെ നിന്നും മടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിനെതിരെ ഈ പുഴയിൽ ഗംഗാവലി പുഴയിൽ തിരച്ചിലിനിറങ്ങിയാൽ കേസെടുക്കുമെന്നൊക്കെ പറയുന്നവരത്തേക്ക് വരെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നലെ ലോറി ഉടമ മനാഫ് ഉൾപ്പെടെ ഈ MLA-യുമായി സംസാരിച്ചപ്പോൾ ആ ഒരു ധാരണയിലെത്തി ഈശ്വർ മൽപ്പയ്ക്ക് അനുമതി നൽകാനും അദ്ദേഹത്തെ നേരിട്ട് ഔദ്യോഗിക സംവിധാനം വഴി തന്നെ വിളിക്കാനും ഇന്നലെ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഈശ്വർ മൽപ്പയുടെ സേവനം അത് പ്രധാനമാണ്. ഈ ലോറി കണ്ടെത്തുകയാണെങ്കിൽ അത് മുകളിലേക്ക് ഉയർത്താനുണ്ട്, അത് പുറത്തേക്ക് എടുക്കാനുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊക്കെ ഈശ്വർ മൽപ്പയുടെ സേവനം എന്തായാലും വേണം. നമ്മളത് കാർവാറിൽ കണ്ടതാണ്. കാളി നദിക്ക് കുറുകെയുള്ള ആ പാലം തകർന്ന് ഒരു ലോറി പുഴയിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ടാണ് ഈശ്വർ മൽപ്പെ ആ രാവിലെ മുതൽ വൈകിട്ട് ആകുമ്പോഴേക്കും ആ ലോറി പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനം അവർ അത്തരത്തിൽ ക്ഷണിച്ചു തന്നെയാണ് അദ്ദേഹം ആ ദൌത്യത്തിനിറങ്ങിയതും. എന്തായാലും ഇവിടെയും ഈശ്വർ മൽപ്പയുടെ ആ സേവനം അത് വളരെ പ്രധാനമാണ്. അത് ഔദ്യോഗിക സംവിധാനത്തിലൂടെ അദ്ദേഹത്തെ ഇവിടെ വിളിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അത്രത്തോളം മനോവിഷമത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ഇവിടെ നിന്നും തിരിച്ചുപോയത്. പിന്നീട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം തിരിച്ചു വരാൻ തയ്യാറായില്ല. നിങ്ങൾ ഔദ്യോഗികമായി എന്നെ അറിയിക്കൂ, ഞാൻ വരും, കുടുംബങ്ങൾക്ക് നൽകിയ ഉറപ്പ് താൻ പാലിക്കുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ഡ്രഡ്ജർ എത്തിയപ്പോഴേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്, ഓരോ മണിക്കൂറിലും നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട്. നിർണായകമായ ഓരോ
ഓരോ വസ്തുക്കൾ അവിടെ നിന്നും അടിത്തട്ടിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഡ്രഡ്ജർ 10 ദിവസത്തേക്കായിരുന്നല്ലോ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അവിടെ നടത്തുമെന്ന് പറഞ്ഞിരുന്നത്. അത് ഒരാഴ്ച കൂടി നീട്ടി ചോദിക്കും എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ടല്ലോ. അത് സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ഡ്രഡ്ജർ കൃത്യമായി 10 ദിവസത്തേക്കാണ് കരാറുള്ളത്. പക്ഷേ അതിൽ 3 ദിവസത്തേക്കുള്ള തുക മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 96 ലക്ഷം രൂപയാണ് ഡ്രഡ്ജറിന്റെ വാടക. അത് 10 ദിവസത്തേക്കുള്ള വാടക. അതിന് 3 ദിവസത്തെ ഈ വാടക മുൻകൂറായി നൽകിയിട്ടുണ്ട്. അപ്പോഴും ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് ആ 3 ദിവസത്തിനകം തന്നെ നമുക്ക് കാണാതായവരെ കണ്ടെത്താൻ പറ്റും, ഒപ്പം ഈ ലോറിയും കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് 3 ദിവസം മാത്രം ഇത്തരത്തിലുള്ള ഈ തുക നൽകിയിരിക്കുന്നത്. പക്ഷേ അത് ഇന്നലെ MLA വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇനി 12 ദിവസമായാലും ആ തിരച്ചിൽ അത്തരത്തിൽ തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന്. അതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ തടസ്സമില്ല, ദൌത്യം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് ഈശ്വർ മൽപെ ഇവിടെ നിന്നും മടങ്ങിയപ്പോഴും MLA ഇവിടെ എത്തി അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ അത് ദൌത്യത്തെ ബാധിക്കില്ല, ദൌത്യം തുടരുമെന്നാണ്. നമ്മുടെ മുന്നിൽ ലക്ഷ്യങ്ങളുണ്ട്, ഈ 3 പേരെയും കണ്ടെത്തേണ്ടതുണ്ട്. പ്രധാനമായും ഈ 3 പേരെ കണ്ടെത്തുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ ദൌത്യമായി മുന്നോട്ട് പോകും. അതിന് ഏതൊക്കെ സംവിധാനങ്ങൾ വേണോ അതൊക്കെ പ്രയോജനപ്പെടുത്തും. കുടുംബം ആവശ്യപ്പെടുന്ന പ്രകാരമാണ് ഇന്നലെ ഇന്ദ്രപാലുമായി ബന്ധപ്പെട്ടത്. ഇന്ദ്രപാൽ ഏതായാലും വരാൻ തയ്യാറായതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇന്ന് എത്തുമെന്ന്. അദ്ദേഹത്തിന് വേണ്ടുന്ന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ MLA ഉൾപ്പെടെ ഇടപെട്ട് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ഇന്നലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. ദില്ലിയിൽ നിന്നാണ് അദ്ദേഹം എത്തേണ്ടത്. ഇന്ന് രാവിലെയോടുകൂടി അദ്ദേഹം എത്തും, ഇവിടെ ഗംഗാവലി പുഴയിലെത്തും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ പോകാം. മേജർ ഡോക്ടർ ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത CP4 എന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ ക്യാമറ ദൃശ്യം വരുന്നത്. ആ സ്ഥലത്ത് ഈ സ്ഥലമാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത സ്ഥലം. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇത്രയും ദൂരത്തിലാണ് ഇപ്പോൾ ഡ്രഡ്ജർ ഉള്ളത്. അതിനിടയിൽ നിന്നാണ് ഇത്തരത്തിൽ അസ്ഥി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ അർജുന്റെ ലോറി ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കണ്ടെത്തലാണ്. റഡാർ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. നമുക്ക് ഇപ്പോൾ ദൃശ്യം കാണുന്നത് CP4 എന്ന സ്ഥലമാണ്. അവിടെ നിന്നും നമുക്ക് ക്യാമറ പാൻ ചെയ്താൽ ഈ ഡ്രഡ്ജറിനടുത്തേക്ക് പാൻ ചെയ്താൽ ആ ദൂരം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഡ്രഡ്ജർ ഉള്ളത് ഇവിടെയാണ്. ഇവിടെ നിന്നും മുന്നോട്ട്, അതായത് ഈ CP4ലേക്ക് മുന്നോട്ട് ഓരോ ഭാഗങ്ങളും കൃത്യമായി മണ്ണെടുത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി ഈ CP4ലേക്ക് എത്തുക. അതിനിടയിൽ കൂടുതൽ ഏതെങ്കിലും ഇത്തരത്തിൽ ഇന്നലെ ലഭിച്ചതുപോലെ ഏതെങ്കിലും അസ്ഥിയോ മറ്റോ ലഭിക്കുന്നുണ്ടോ എന്നാണ് ഇന്ന് പ്രധാനമായും പരിശോധിക്കുക. നമുക്ക് ആ മൺകൂനങ്ങളൊക്കെ കാണാം. വെള്ളം വേലി ഏറ്റ സമയമാണിപ്പോൾ, അപ്പോഴും വെള്ളം വലിയ തോതിൽ കയറിയിട്ടില്ല. ഇന്നലെ ഒരു രാവിലെയൊക്കെ വെള്ളം കൂടുതൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഏതായാലും ഏറ്റവും അനുകൂലമായ ഒരു സമയം വേലി ഇറക്ക സമയം. അത് വൈകിട്ടാണ് 4 മണി മുതൽ അങ്ങോട്ട് വേലി ഇറക്കമാണ്. ആ സമയത്ത് ഇതിലും വെള്ളം കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇന്നലത്തെ മഴ നേരിയ തോതിൽ ആശങ്കയുണ്ടാക്കിയിരുന്നെങ്കിലും ഇന്ന് ഏതെങ്കിലും തരത്തിൽ വെള്ളം ഈ ഗംഗാവലി പുഴയിൽ കൂടിയിട്ടില്ല. അത് വലിയ ആശ്വാസമാണ് തിരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിലുള്ള ആശങ്കകളൊന്നുമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ CP4ൽ നിന്നും ഡ്രഡ്ജറുമായുള്ള ദൂരം. ഇപ്പോൾ ഡ്രഡ്ജർ കാണുന്ന ആ സ്ഥലത്ത് നിന്നും അത് മുന്നോട്ടേക്ക് CP4ലേക്ക് ഒരു തെരച്ചിൽ തുടരും. വൈകിട്ടോടുകൂടി തന്നെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കും എന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈ ഭാഗങ്ങളിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉഗ്രസ്ഫോടനം നടന്നതായി ഒരു മാൽപേ സൂചന നൽകിയത്. ആ സ്ഥലം കേന്ദ്രീകരിച്ച് കൂടുതൽ വാഹനങ്ങളുടെ ഇത്തരത്തിലുള്ള വസ്തുക്കളും ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവിടെയാണ് ഈശ്വർ മൽപേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആഴങ്ങളിലെത്തി പരിശോധന നടത്തി. ഈ സ്കൂട്ടർ ഉൾപ്പെടെ ലഭിച്ചത് ഈ പ്രദേശത്തു നിന്നാണ്. 2 ലോറിയുടെ ലോഹഭാഗങ്ങൾ ലഭിച്ചതും ഇതേ പ്രദേശത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് തെരച്ചിൽ നടത്തുക. ഇവിടെ നിന്നും നിർണായകമായ വിവരങ്ങൾ ഇന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദൌത്യസംഘം ഉള്ളത്. ഒപ്പം ഈ DNA പരിശോധനാ ഫലം, ഇതെല്ലാം ഈ ശിരൂർ ദൌത്യം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയുള്ള ഒരു വാർത്ത നൽകാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഉറപ്പായും KV ബൈജു ആണ് ശിരൂരിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. അശ്വതി, ശിരൂർ ദൌത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തുന്ന തെരച്ചിൽ. അതിൽ കൂടുതൽ മൃതദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവശിഷ്ടങ്ങൾ ലഭിക്കുമോ എന്നറിയണം. ലോറിയുടെ ഭാഗങ്ങൾ ലഭിക്കുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുന്നു. പരിശോധനാ ഫലം ഏറെ നിർണായകമാണ്. അപ്പോൾ വരും നിമിഷങ്ങളിലൊക്കെ നമുക്ക് ബൈജുവിലേക്ക് മടങ്ങിയെത്താം. ഓരോ അപ്ഡേറ്റ്സും ഏറ്റവും കൃത്യമായി News 18 KV ബൈജു ആണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ പറഞ്ഞതുപോലെയുള്ള തുടർന്നുള്ള വിവരങ്ങളും അതും പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കാൻ News 18 സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് ശിരൂർ ദൌത്യവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കൊക്കെ വരും നിമിഷങ്ങളിൽ മടങ്ങിയെത്താം. ഇപ്പോൾ ഒരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം, അല്ലേ?
നടത്തുന്ന തിരച്ചിലിൽ നിന്ന് തിരച്ചിലിന് ശേഷം ലഭിച്ച ഒരു അസ്ഥിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ അസ്ഥിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പ്രേക്ഷകർ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷം വരുന്നത്. ശിരൂരിൽ നിന്ന് ഒരു അസ്ഥി കണ്ടെത്തി. അത് ആരുടേതാണെന്ന കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. വളരെ വ്യക്തമായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ആ അസ്ഥി കാണാൻ സാധിക്കും. ഇത് മനുഷ്യന്റേതാണ് എന്ന കാര്യത്തിൽ പോലും സ്ഥിരീകരണമില്ല. പക്ഷേ മനുഷ്യന്റേതെന്ന സംശയത്തിലാണ് ഈ അസ്ഥി കണ്ടെത്തിയത്. ഇത് പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇത് ആരുടേതാണെന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരികയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CP4-ൽ നിന്നാണ് ഈ അസ്ഥി കണ്ടെത്തിയതെന്നാണ്. അതായത് മേജർ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ സേന നടത്തിയ കൃത്യമായി ഈ സ്പോട്ടിലാണ് ലോറി ഉള്ളത് എന്ന് പറഞ്ഞ കോണ്ടാക്ട് നമ്പർ 4-ൽ നിന്നാണ് ഈ അസ്ഥി ലഭിച്ചതെന്നാണ് ഇപ്പോൾ അർജുന്റെ ലോറി ഉടമ മനാഫ് പറയുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ന്യൂസ് 18 ആണ് ആദ്യമായി ഈ വാർത്ത പുറത്തുവിടുന്നത്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, CP4-ൽ നിന്നാണ് ഈ അസ്ഥി ലഭിച്ചതെന്നാണ് മനാഫ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പ്രധാനമായും CP4-ലാണ് ഈ ലോറി, അർജുന്റെ ലോറി അടക്കമുണ്ട്. വെൽക്കം ബാക്ക്. മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ കൂടി നോക്കാം അല്ലേ? അതെ, മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളി പറഞ്ഞതോടെ ഫേസ്ബുക്ക് കവർ ഫോട്ടോ മാറ്റിയിരിക്കുകയാണ് PV അൻവർ. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം മാറ്റി പ്രവർത്തകർക്കൊപ്പമുള്ള ചിത്രമാണ് ഇപ്പോൾ കവർ ഫോട്ടോ. സാമൂഹിക മാധ്യമങ്ങളിൽ അൻവറിന് സൈബർ സഖാക്കളുടെ പിന്തുണ തുടരുകയാണ്. പരസ്യ പ്രസ്താവന തൽക്കാലം നിർത്തുന്നുവെന്നും പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എന്താകും അൻവറിന്റെ തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മളും ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് PV അൻവറിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഏത് ഘട്ടത്തിലാണ് ഈ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയത് എന്നുള്ളത് നമുക്കറിയാം. ചെങ്കൊടിക്കിടയിൽ നിൽക്കുന്ന അൻവറിനെ നമ്മൾ എപ്പോഴാണ് കണ്ടത് എന്നുള്ളത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം കവർ ഫോട്ടോ മാറ്റിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ മാറ്റി അദ്ദേഹം പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഇടുമ്പോൾ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു ചെറിയ കാര്യമാണ്. പക്ഷെ അൻവർ അത്തരത്തിലുള്ള നീക്കങ്ങൾ ചെറിയ കാര്യങ്ങൾ, അതെ, വലിയ രാഷ്ട്രീയ മാനം അതിന് നമ്മൾ കാണേണ്ടതുണ്ട്. എന്താണ് അനുമോദിന് തോന്നുന്നത്? തീർച്ചയായും നമുക്കറിയാം, ഒരു കവർ ഫോട്ടോ മാറ്റുന്നതിലെ രാഷ്ട്രീയമൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലെ ഓരോ ചെറിയ പോസ്റ്റ് പോലും ഉണ്ടാക്കുന്നത് വലിയ അർത്ഥതലങ്ങളാണ്. അത് അൻവറിനെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൃത്യമായി നിറഞ്ഞു നിൽക്കാൻ അറിയുന്ന ഒരാൾ അത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ അത് നൽകുന്ന സന്ദേശം വളരെ കൃത്യമാണ്. താൻ ഇനി പാർട്ടി നേതൃത്വത്തെ അല്ല വിശ്വസിക്കുന്നത്, പാർട്ടിയിലെ സാധാരണക്കാരായ ജനങ്ങളെയാണ് എന്ന സന്ദേശമാണ് അൻവർ നൽകുന്നത്. കൃത്യമായിട്ട് അൻവർ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം പറയുന്ന ഒരു മറുപടി, ജനങ്ങളാണ് പാർട്ടി, ആ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്, ആ ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, ആ ജനങ്ങളെ പാർട്ടി വിശ്വസിക്കുമെന്നാണ് കരുതുന്നത്. ഇതൊക്കെ തന്നെയാണ് അൻവർ നമ്മൾ പലവട്ടം ചോദിക്കുമ്പോഴും അൻവറിൻ്റെ മറുപടി ഉള്ളത്. അതായത് പാർട്ടി നേതൃത്വം താൻ നൽകിയ പരാതി അത് ഒരു ബണ്ടിലാക്കി പാർട്ടി ഓഫീസിൽ വെച്ച സാഹചര്യത്തിലാണ് മാധ്യമങ്ങളോട് തുറന്നു പറയാൻ താൻ നിർബന്ധിതനായതെന്ന് അൻവർ പറയുന്നു. തുറന്നു പറഞ്ഞതിന് ശേഷം, അതായത് തുറന്നു പറഞ്ഞ് പരാതിയെല്ലാം നൽകിയതിന് ശേഷമുള്ള സാഹചര്യത്തിലും അദ്ദേഹം വിചാരിച്ച തരത്തിലുള്ള പിന്തുണ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ കിട്ടുന്നില്ല. സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ അൻവർ ഒറ്റപ്പെടുകയാണോ എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. അൻവർ ഒറ്റപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയമായിട്ട് അൻവറിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമോ? അങ്ങനെ വരുമ്പോൾ എത്രമാത്രം അണികൾ ഈ അൻവറിന്റെ കൂടെ ഉണ്ടാകും? MLA എന്ന നിലയിൽ അൻവറിന് എത്ര പേരെ പാർട്ടി ബലമില്ലാതെ ഒറ്റയ്ക്ക് കൂടെ നിർത്താൻ കഴിയും എന്ന ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത്. അൻവർ ഒരു മാസ് ക്രൗഡ് പുള്ളറാണ്. നമ്മൾ പലവട്ടം കണ്ടതാണ്. അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമാവട്ടെ, അതിനുശേഷം നവകേരള സദസ്സിൽ കേരളത്തിലെ ഏറ്റവും അധികം ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ നവകേരള സദസ്സ് നിലമ്പൂരിലാണ്. അപ്പോൾ ഒരു മാസ് ക്രൗഡ് പുള്ളറാണ് അൻവർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ പാർട്ടിയുടെ പിന്തുണയില്ലാതെ ഇദ്ദേഹത്തിന് എത്ര പേരെ കൂടെ നിർത്താൻ കഴിയും എന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഞാൻ പരസ്യമായിട്ട് ഇനി ഒരു വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ പരസ്യ പ്രസ്താവനകൾ നടത്തിയോ പാർട്ടി നിർദ്ദേശത്തെ ലംഘിക്കാനില്ല എന്നൊക്കെ അൻവർ പറയുമ്പോൾ പോലും എത്ര ദിവസത്തേക്കായിരിക്കും ഈ ഒരു നടപടി അല്ലെങ്കിൽ ഇങ്ങനെ മൗനം പാലിക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. അൻവറിന്റെ ഇന്നലത്തെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ താൽക്കാലികമായി എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നു.
അതുപോലെ തന്നെ പോസ്റ്റിൽ എം വി ഗോവിന്ദന് പരാതി നൽകിയതിൻ്റെ വിവരങ്ങളിൽ ഇന്നും എന്ന വാക്കിന് ഇൻവെർട്ടഡ് കോമയിൽ മാർക്ക് ചെയ്യുന്നു. എ റഹീമിന് മറുപടി എന്ന തരത്തിൽ അദ്ദേഹം കൊടുത്ത കാര്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്ന് എഴുതുന്നു. അതായത് പാർട്ടി പറയുന്നത് ഞാൻ കേൾക്കുന്നു, പക്ഷേ എൻ്റെ രീതി, എൻ്റെ ശൈലി ഇതാണ്, ഞാൻ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. നിലവിൽ ഞാൻ മിണ്ടാതിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഉന്നയിച്ച കാര്യങ്ങളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ, തൃപ്തികരമായ സമീപനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ വീണ്ടും ഈ ആരോപണങ്ങളുമായിട്ട് ഇറങ്ങും എന്ന തരത്തിൽ തന്നെയാണ് അൻവറിൻ്റെ നിലപാട് ഉള്ളത്. അതിൻ്റെ രാഷ്ട്രീയ വരും വരായികകളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു MLA പ്രത്യേകിച്ച് നല്ല പോരാട്ട വീര്യത്തോടെ കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്ന ഒരു മണ്ഡലം 2 തവണ വെട്ടിപ്പിടിച്ച അവിടെ അണികളെ ഉണ്ടാക്കി അവിടെ പാർട്ടിക്ക് കുറെ കൂടി ഇടങ്ങളിൽ വേരുറപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തി ആ മണ്ഡലത്തിന് കീഴിലുള്ള പഞ്ചായത്തുകൾ അവിടെ LDFന്റെ ഭരണം പിടിക്കാനുള്ള സാഹചര്യമൊരുക്കി. അങ്ങനെ പാർട്ടിയെ താഴെത്തട്ടിൽ സ്വന്തം നിലയിൽ വളർത്തിയ ഒരു MLA-യെ അത്ര പെട്ടെന്ന് പാർട്ടി തള്ളിക്കളയുമോ എന്ന ചോദ്യമുണ്ട്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരുപാട് പേർ ഇതിനു മുൻപും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്, UDF നിന്ന് വന്നവരൊക്കെ. അതിൽ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് മഞ്ഞളാംകുഴി. കഴിഞ്ഞ ദിവസം ഒരു ഇടതുപക്ഷ നേതാവ് പറഞ്ഞത് മഞ്ഞളാംകുഴിയും ഇതുപോലത്തെ ഒരു നേതാവായിരുന്നു, അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും സന്ദേശം വളരെ കൃത്യമാണ്. അൻവറിന് പാർട്ടി നിർദ്ദേശിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ തുടരാം, അതല്ലെങ്കിൽ അൻവറിന്റെ വഴി തേടാം. എന്താണെങ്കിലും ഇതിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും അൻവർ പാർട്ടി നിർദ്ദേശിക്കുന്ന തരത്തിൽ അടങ്ങി പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും അൻവറിന്റെ തുടർ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് രാവിലെ 10:30 അദ്ദേഹം നിലമ്പൂരിൽ വനം വകുപ്പിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും അൻവർ ആ പരിപാടി രാഷ്ട്രീയ പരിപാടി അല്ലെങ്കിൽ പോലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അൻവറിന്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നത് എപ്പോഴും അൻവറിന്റെ നടപടികളിൽ ഒരു സസ്പെൻസ് നിലനിൽക്കുന്ന പോലെ തന്നെയാണ് ഉള്ളത്. എങ്ങനെയാണെങ്കിലും പാർട്ടി പറയുന്നതൊന്നും വെള്ളം തൊടാതെ വിഴുങ്ങാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. അതെ, അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ. പാർട്ടി പറയുന്നത് തൊടാതെ വിഴുങ്ങുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നിലമ്പൂരും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. അൻവർ പ്രതികരിക്കുമ്പോൾ മാധ്യമങ്ങളോട് ഈ കവർ ഫോട്ടോ മാറ്റിയതടക്കമുള്ള കാര്യങ്ങളിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമല്ലോ, അതിനോട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്നതടക്കം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അനുമോദ്, എന്തായാലും അനുമോദിന് ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. തീർച്ചയായും. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് സർക്കാരിന് കൈമാറും. പൂരം കലക്കിയതിൽ അട്ടിമറിയോ ബാഹ്യ ഇടപെടലോ ഇല്ലെന്ന റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടിക്ക് ശുപാർശ ഇല്ലെന്നാണ് സൂചന. റിപ്പോർട്ടിൽ അന്തിമ തീരുമാനമെടുക്കുക സർക്കാരാണ്. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ റിപ്പോർട്ട് ഏത് രീതിയിൽ സർക്കാർ പരിഗണിക്കുമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിനെതിരെ ഇന്നലെ കോൺഗ്രസും BJPയും ഒക്കെ രംഗത്ത് വന്നിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്ന് ആവർത്തിക്കുകയായിരുന്നു BJP. ഈ റിപ്പോർട്ടിൽ വസ്തുതകളില്ല എന്നാണ് പറയുന്നത്. ആരോപണ വിധേയൻ തന്നെ സമർപ്പിക്കുന്ന റിപ്പോർട്ട് എന്നാണ്. മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയരുന്നുണ്ട് റിപ്പോർട്ടിനെതിരെ. അതെ, അപ്പൊ എന്താണ് ഇനി ഇതിൽ നമ്മൾ കാണേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി ആര്യ, ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറിയേക്കും. 24-ന് റിപ്പോർട്ട് വേണം എന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് തന്നെ റിപ്പോർട്ട് കൈമാറും എന്ന വിവരമാണ് പുറത്തു വരുന്നത്. 1400 പേജുള്ള റിപ്പോർട്ടാണ്. ഇതിൽ ഈ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ആ സമയത്തുള്ള ദൃശ്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെട്ടതാണ് ഈ റിപ്പോർട്ട്. റിപ്പോർട്ട് വൈകിയതിനെ ചൊല്ലി തന്നെ വലിയ വിവാദമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ RSS നേതാക്കളുമായി ADGP MR അജിത്കുമാർ കൂടിക്കാഴ്ച നടത്തിയ വിവരം പുറത്തു വരികയും അത് വലിയ വിവാദമാകുകയും ചെയ്ത ശേഷമാണ് വളരെ പെട്ടെന്ന് ഈ റിപ്പോർട്ട് കൈമാറാനുള്ള നടപടി ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തുകൊണ്ട് ഈ കാലതാമസം ഉണ്ടായി എന്ന പ്രധാനപ്പെട്ട ചോദ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ BJP നേതാക്കളും ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. UDF ആകട്ടെ പ്രത്യക്ഷമായ സമരപരിപാടികളിലേക്ക് കൂടി പോവുകയാണ്. ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ അങ്കിത് അശോകിനെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ സ്ഥലം മാറ്റിയിരുന്നു. ആ ഒരു നടപടിയിൽ തന്നെ ഇത് അവസാനിക്കുകയും ചെയ്തു. മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല. അങ്കിത് അശോകിന്റെ പരിചയക്കുറവാണ് ഇത്തരമൊരു സംഭവത്തിന് ഇടയാക്കിയത് എന്ന കാര്യമാണ് റിപ്പോർട്ടിലുള്ളത്. അതോടൊപ്പം തന്നെ ബാഹ്യ ഇടപെടലോ ഗൂഢാലോചനയോ ഇല്ല
എന്ന കാര്യം കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. അതേസമയം അടുത്ത മാസം 4-ന് സഭാ സമ്മേളനം തുടങ്ങുകയാണ്. ഉറപ്പായും ഇതൊരു വിഷയമായി ഉയർന്നു വരും. അതിനു മുൻപ് തന്നെ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിൽ സമരപരിപാടികൾ ആരംഭിക്കാൻ UDF തീരുമാനിച്ചിട്ടുമുണ്ട്. വിശദീകരണ യോഗമായിരിക്കും നടക്കുക. അതിനു പിന്നാലെ പ്രത്യക്ഷ സമരം തൃശൂർ പൂരം അലങ്കോലിയം ആക്കിയ സംഭവത്തിൽ സമരവുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. അശ്വതി, ആര്യ. തീർച്ചയായും VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ ഈ റിപ്പോർട്ടിനെ തള്ളുമോ കൊള്ളുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി ഉറ്റുനോക്കുന്നത്. അങ്ങനെ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഈ പ്രതിഷേധങ്ങൾക്കിടെ അതും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കും. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുകയാണ്, സംരക്ഷക കവചമൊരുക്കിയിരിക്കുകയാണ് എന്നുള്ളതൊക്കെ വലിയ വിമർശനമായി പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഉയരുന്ന സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ കൂടി ഏത് തരത്തിൽ തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. ഇനി നമുക്ക് അന്തർദേശീയ വാർത്തകളിലേക്ക് കടക്കാം അല്ലേ? ന്യൂയോർക്കിൽ നടക്കുന്ന UN പൊതുസഭയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാവി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഒരു നല്ല നാളേക്കുള്ള ബഹുമുഖ പരിഹാരങ്ങൾ എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. നിരവധി ആഗോള നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുകയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ഇന്നലെ മോദി അമേരിക്കയിൽ ഇന്ത്യൻ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തിരുന്നു. ഇപ്പോൾ സജിമോൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ് അമേരിക്കയിൽ നിന്ന്. വെരി ഗുഡ് മോർണിംഗ് സജിമോൻ ആന്റണി. നമ്മൾ ഇന്നലത്തെ മോദിയുടെ അഭിസംബോധന, ന്യൂയോർക്കിൽ അദ്ദേഹം 10 വർഷത്തിന് ശേഷം ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതൊക്കെ പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് ചുറ്റുമുണ്ട്. അദ്ദേഹം ലോകത്തിന് മുമ്പിൽ എത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ അംബാസിഡേഴ്സ് എന്നുള്ളതാണ്. തനിക്ക് AI എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇന്ത്യൻസ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വാക്കുകൾ വേണ്ടല്ലോ. ഏറ്റവും പുതിയ AI എന്നുള്ളത് അദ്ദേഹം അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് ഇന്നലെ ന്യൂയോർക്കിൽ ലഭിച്ചു. ഇന്ന് UN-നെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കുകയാണ്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ആദ്യം തന്നെ ന്യൂസ് 8 എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കയിൽ നിന്നും ഒരു വാം ഗുഡ് മോർണിംഗ്. മോദിയുടെ വാക്കുകൾ കടമെടുക്കുകയാണ് എങ്കിൽ നമസ്തേ അഭി മൾട്ടിനാഷണൽ ഹോഗയായി, നമസ്തേ അഭി മൾട്ടിനാഷണൽ ഹോഗയായി. നമസ്തേ എന്ന് പറയുന്ന വേർഡ് ഇപ്പൊ ഒരു ഗ്ലോബൽ ഗ്രീറ്റിംഗ്സ് ആയി എന്നാണ് മോദി ആദ്യം തന്നെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ AI-ക്ക് ഒരു പുതിയൊരു നിർവചനം അദ്ദേഹം കൊടുത്തു. AI മീൻസ് അമേരിക്കൻ ഇന്ത്യൻ സ്പിരിറ്റ്. ആ അമേരിക്കൻ ഇന്ത്യൻ ബന്ധത്തിന്റെ ബയലാറ്ററൽ ബന്ധത്തിന്റെ ഒരു ഊഷ്മളത ഇതിന് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു വേർഡ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇവിടെ. നിങ്ങൾക്കറിയാം, ഇന്നലെ അദ്ദേഹത്തിന് വളരെ സുപ്രധാനമായ ഒരു ക്വാഡ് ഉച്ചകോടി ഇവിടെ നടത്തിയിരുന്നു. ക്വാഡ് എന്ന് പറയുമ്പം ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ ഇങ്ങനെ 4 സുപ്രധാന രാഷ്ട്രങ്ങളുടെ തലവന്മാരുടെ ഒരു ഉച്ചകോടി മീറ്റിംഗ് ആയിരുന്നു. ഏകദേശം ആഗോള തലത്തിൽ വേൾഡിന്റെ തന്നെ 1/3 ഇക്കണോമി ഹാൻഡിൽ ചെയ്യുന്ന 4 രാഷ്ട്രങ്ങളാണ് ഈ ഇന്ത്യയും, USA, ജപ്പാനും, ഓസ്ട്രേലിയയും. അതുകൊണ്ട് തന്നെ ആ ഒരു ഉച്ചകോടിക്ക് അതിൻ്റെതായ പ്രത്യേകത ഉണ്ടായിരുന്നു. അത് നടന്നത് ഇവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ജന്മനാടായ ഡെലവേറിലായിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. ആ ഒരു ഉച്ചകോടിയിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുത്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഇവിടുത്തെ മീഡിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് 31 MQ-9B 100 കിലോ ഡ്രോൺസിന്റെ അതിന്റെ ഒരു കരാറാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് 16 സ്കൈ ഗാർഡിയനും 15 സീ ഗാർഡിയനും എന്നുള്ള ഒരു ഡേറ്റ ആണ് ഉള്ളത്. അതിൽ ഏകദേശം 3 ബില്യന്റെ ഒരു ഡീലിംഗ് ആണ് അത്. രണ്ടാമത്തേത് ഒരു റോഡ് മാപ്പ്, ഒരു സേഫ് ആൻഡ് സെക്യൂർ ക്ലീൻ എനർജി ഡെവലപ്മെന്റിലേക്ക് ഇൻഡോ അമേരിക്കൻ പദ്ധതികൾ ലക്ഷ്യമിടുന്നു. അതോടൊപ്പം കഴിഞ്ഞ തവണ ജൂണിൽ മോദി ഇവിടെ വന്നപ്പം സെമി കണ്ടക്ടർ പ്ലാന്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് ഇന്ത്യയിലേക്ക് ഒരു പുതിയ സെമി കണ്ടക്ടർ പ്ലാന്റ്, അത് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഒരുപോലെ ആവശ്യമുള്ള കാര്യമാണ്. കാരണം കോവിഡ് സമയത്ത് അമേരിക്കയുടെ അല്ലെ ലോകത്തിലുള്ള മിക്കവാറും രാഷ്ട്രങ്ങളുടെ സെമി കണ്ടക്ടറിന്റെ ഡിപ്പെൻഡബിലിറ്റി തൈവാനെ ആയിരുന്നു. അപ്പൊ അത് ഒരു പരിധി വരെ എല്ലാ രാഷ്ട്രങ്ങളെയും ബാധിച്ചു, പ്രത്യേകിച്ച് അമേരിക്കയെ ബാധിച്ചു. അതിനുശേഷം ബൈഡൻ ഗവൺമെന്റ് ഒരു പോളിസി ഉണ്ടാക്കിയിരുന്നു. അതിനെ ഒന്ന് ഡൈവേഴ്സ് ചെയ്തിട്ട് കുറെ ഇന്ത്യയിലേക്കും അല്ല ബ്രസീലിലേക്കും അങ്ങനെ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് വിടുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തുടക്കം കഴിഞ്ഞ വിസിറ്റിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഫോളോ അപ്പ് ഈ വിസിറ്റിൽ നടന്നു. ഒരു ഫാക്ടറിയും കൂടെ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അടുത്തത്. അതോടൊപ്പം പ്രൈം മിനിസ്റ്റർ മോദി 2025 ക്വാഡിന്റെ സമ്മിറ്റ്
ഇന്ത്യയിലേക്ക് ആണ് വെൽക്കം ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകതകളായിരുന്നു ക്വാഡ് മീറ്റിംഗിനകത്ത് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ മീൻസ് സാറ്റർഡേ, ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോഴും സൺഡേ ആണ്. സൺഡേ ഇന്ന് ഉച്ചയ്ക്കാണ് ഇവിടെ വലിയൊരു മീറ്റിംഗ്, ഗ്രീറ്റിംഗ് ഇന്ത്യൻ അമേരിക്കൻസിന് വേണ്ടിയിട്ട് ന്യൂയോർക്കിൽ നാസോ കൊളോസിയത്തിൽ ചെയ്തത്. അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 15,000 അല്ലെങ്കിൽ 16,000 സീറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഏകദേശം 24,000 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ 15,000 പേരുടെ മുന്നിൽ അതാണ് ആ പ്രോഗ്രാം നടന്നത്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ടൈം സ്ക്വയറിലും ഇവിടെ ന്യൂജേഴ്സിയിലെ എഡിസണിലും 2 ബിഗ് സ്ക്രീനിൽ അത് ലൈവ് ടെലികാസ്റ്റുകളും നടന്നിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഉണ്ടായത്. ആ പ്രോഗ്രാമിൽ തന്നെ ഏകദേശം 400-ലധികം ഇന്ത്യൻ ഒറിജിൻ കലാകാരന്മാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നും അറിയാൻ കഴിയുന്നു. മലയാളികൾക്ക് അഭിമാനം വേറെ ഒരു നിമിഷം കൂടിയാണ്. കാരണം മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു വലിയൊരു റാപ്പർ, അമേരിക്കൻ ഇന്ത്യൻ റാപ്പർ, അദ്ദേഹത്തിന്റെ പേര് ഹനുമാൻ കൈൻഡ്, ഒറിജിനൽ പേര് ചെറുകാട്ട്, സൂരജ് ചെറുകാട്ട് എന്ന് പറയുന്ന അദ്ദേഹം മലപ്പുറംകാരനാണ്. അദ്ദേഹത്തിന്റെ ഷോ കഴിഞ്ഞതിന് ശേഷമായിരുന്നു പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ഊഷ്മളമായ ഒരു സ്വീകരണമായിരുന്നു പ്രൈം മിനിസ്റ്റർ മോദിക്ക് ഇന്ത്യയിൽ ഇന്ന് ഇവിടെ ന്യൂയോർക്കിൽ കിട്ടിയത് എന്ന് ആ ആവേശം, അത് ഇന്ത്യക്കാർക്ക് അദ്ദേഹം അവിടെ എത്തുമ്പോൾ നൽകുന്ന ഒരു പ്രസരിപ്പ്, അതൊക്കെ നമുക്ക് കാണാമായിരുന്നു. അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. 3 ദിവസത്തെ സന്ദർശനമാണല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. എപ്പോഴായിരിക്കും മടക്കം? അതിന്റെ ഏത് രീതിയിലാണ് സമയക്രമമൊക്കെ? നാളെ ഇനി ഒരു പ്രോഗ്രാമും കൂടി അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ലിസ്റ്റിലുണ്ട്. അത് UN അസംബ്ലിയെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ്. തുടക്കം ക്വാഡ് സമ്മിറ്റ്, അവിടെ ബൈഡനും ഓസ്ട്രേലിയയും ജപ്പാനും അവരുടെ പ്രൈം മിനിസ്റ്റേഴ്സുമായിട്ടുള്ള സംസാരവും മീറ്റിങ്ങുകളുമായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ അമേരിക്കൻ പ്രതിനിധികളെ കണ്ടു, ബിസിനസ് ലീഡേഴ്സിനെ അദ്ദേഹം സംസാരിച്ചു. ആ സമ്മിറ്റുകൾ ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരമൊക്കെ നടക്കുന്നുണ്ട് അത്. അതോടൊപ്പം തന്നെ ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു ഈ ന്യൂയോർക്കിന്റെ പരിപാടി. അവസാനമായിട്ട് നാളെയുള്ള ലാസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് UN സെക്യൂരിറ്റി കൗൺസിലിനെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു പ്രോഗ്രാം അതോടുകൂടി വൈൻഡപ്പ് ചെയ്ത് അദ്ദേഹം പിന്നെ തിരിച്ചു നാട്ടിലേക്ക് പോവുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ സജിമോൻ ആന്റണി. അതോടൊപ്പം ഇതും കൂടെ എനിക്ക് പറയേണ്ടത്, ചെറിയൊരു കോൺട്രവേഴ്സിയും ഇവിടെ നടന്നിരുന്നു. ഒരു ബിൽബോർഡിനെ സംബന്ധിച്ചാണ്. വലിയൊരു ബിൽബോർഡ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രയിലേക്കുള്ള ആ ഏരിയയിൽ നാസ കൊളോസിയത്തിന്റെ അടുത്തായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു വാചകം എഴുതിയിരുന്നത് മോദി ഈസ് എനിമി ഓഫ് അമേരിക്ക ആൻഡ് ദെൻ ഫേസ് ഓഫ് ഇന്ത്യൻ ട്രാൻസാക്ഷണൽ ഹിന്ദു ടെറർ എന്നുള്ള ഒരു വേർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ചൊല്ലി ചെറിയൊരു മീഡിയ അല്ലെങ്കിൽ ചെറിയൊരു തർക്കം ഇവിടെ അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസവും ഇവിടെ നടന്നിരുന്നു എന്നുള്ളൂടെ റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും വളരെ നന്ദി ശ്രീ സജിമോൻ. നല്ലൊരു ദിവസം താങ്കൾക്കും ആശംസിക്കുകയാണ്. താങ്ക് യു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. അശ്വതി, വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു പ്രതിസന്ധിയായി നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരു മരണം കൂടി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. കാസർഗോഡ് ചട്ടഞ്ചാൽ ഉക്രംപാടി സ്വദേശി M മണികണ്ഠനാണ് മരിച്ചത്. മുംബൈയിൽ നിന്ന് 2 ആഴ്ച മുമ്പ് പനി ബാധിച്ചെത്തിയതായിരുന്നു മണികണ്ഠൻ. കാസർഗോഡ് സർക്കാർ ജനറൽ ആശുപത്രിയിലും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലുമായിരുന്നു ചികിത്സ. കണ്ണൂരിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം തിരിച്ചറിഞ്ഞത്. നേരത്തെ മലപ്പുറത്തും തിരുവനന്തപുരത്തും മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം സ്ഥിരീകരിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ലൈംഗികാതിക്രമ കേസിൽ നടൻ ജയസൂര്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുമെന്നുള്ളതാണ്. പിഗ്മാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച കയറി പിടിച്ചെന്ന നടിയുടെ പരാതി സാങ്കല്പിക കാര്യങ്ങളാണ് എന്നാണ് ജയസൂര്യയുടെ ഹർജിയിൽ പറയുന്നത്. 2012 ജനുവരി 1-നും 2013 ഡിസംബർ 31-നും ഇടയിലാണ് സംഭവമെന്ന് നടി പറയുന്നു. ആദ്യം കരമന പോലീസ് എടുത്ത കേസ് പിന്നീട് തൊടുപുഴയിലേക്കും തുടർന്ന് കൂത്താട്ടുകുളം സ്റ്റേഷനിലേക്കും കൈമാറുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ 4 വർഷമായിട്ടും തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്ന റോഡ് നവീകരണത്തിന്റെ ഫലം കുണ്ടും കുഴിയും മഹാഗർത്തങ്ങളായി മാറിയെന്നത് മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും മോശമായ തകർന്ന തരിപ്പണമായ പെരിന്തൽമണ്ണ പുലാമന്തോൾ റോഡിന്റെ അറ്റകുറ്റപ്പണി എത്രയും വേഗം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗും CPM-ഉം കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ കക്ഷികളും ജനകീയ മുന്നണി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. മലപ്പുറം പുലാമന്തോളിൽ ജനകീയ പ്രതിഷേധം നടക്കും. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരവും പുലാമന്തോൾ പഞ്ചായത്ത് ഭരണസമിതിയും മറ്റ് രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് നാളെ പുലാമന്തോൾ കട്ടുപ്പാറയിൽ റോഡ് ഉപരോധിക്കും. നിർമ്മാണ കരാർ എടുത്ത കമ്പനിയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് ഈ ദുരവസ്ഥയുടെ കാരണക്കാരെന്നും എത്രയും വേഗം സർക്കാർ പ്രശ്നത്തിൽ ഇടപെട്ട് റോഡ് ഗതാഗതം യോഗ്യമാക്കണമെന്നുമാണ് ആവശ്യം. ചൊവ്വാഴ്ച രാവിലെയാണ് ജനകീയ ഉപരോധം. CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ ഏറ്റവും മോശം റോഡുകളുടെ പട്ടികയെടുത്താൽ അതിൽ 1-ാം സ്ഥാനത്തായിരിക്കും നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ പെരിന്തൽമണ്ണ മുതൽ പുലാമന്തോൾ വരെയുള്ള ഭാഗത്തെ ഉൾപ്പെടുത്തേണ്ടത്.
കാരണം അത്രമാത്രം മോശമാണ്. ഗതാഗതത്തിന് ഒട്ടും യോഗ്യമല്ലാത്ത രീതിയിലാണ് ഈ ഒരു അന്തർ സംസ്ഥാന പാതയുടെ അവസ്ഥ. ഇതിൽ പ്രതിഷേധിച്ചാണ് രാഷ്ട്രീയ ഭേദമന്യേ ജനകീയ കൂട്ടായ്മ ചൊവ്വാഴ്ച ഈ മേഖലയിൽ പ്രധാന ജംഗ്ഷനായ കട്ടുപ്പാറയിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. മുസ്ലിം ലീഗുകാരനായ നജീബ് കാന്തപുരം MLA-യും ഇടതുപക്ഷം ഭരിക്കുന്ന പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഈ ഒരു പ്രതിഷേധത്തിന് ഒരുമിച്ച് കൈകോർക്കുകയാണ്. ഈ റോഡിൻ്റെ ഒരു ദുരവസ്ഥ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ അടിയന്തര നടപടി എടുക്കണമെന്നാവശ്യപ്പെടാൻ വേണ്ടിയാണ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിക്കുന്നത്. ഈ റോഡിൻ്റെ നിർമ്മാണം 2019 ആരംഭിച്ചിരുന്നത്. 2020 സെപ്റ്റംബർ 20 ഈ റോഡിൻ്റെ നവീകരണത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നത്. റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ടായിരുന്നു ഇതിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ വർഷം ഇത്ര കഴിഞ്ഞിട്ടും നിശ്ചയിച്ചതിൻ്റെ കാൽഭാഗം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ഇത് കരാറെടുത്ത കമ്പനി ഇതിൽ വലിയ പിഴവ് വരുത്തി എന്നുള്ളതാണ്. പലതവണ സമയപരിധി നീട്ടി നൽകിയിട്ടും കരാറെടുത്ത കമ്പനി ഈ നിർമ്മാണം പൂർത്തിയാക്കിയില്ല. സർക്കാർ ഈ ഒരു കമ്പനിയെ നീക്കുവാൻ കോടതിയെ സമീപിച്ചു. കമ്പനി നീക്കാനുള്ള തീരുമാനം വന്നു. പക്ഷേ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് അതിന് സ്റ്റേ വാങ്ങുകയാണ്. MLA പറയുന്നത് മന്ത്രിയെ കുറ്റം പറയാനൊന്നും ഞാനില്ല, ഇത് മന്ത്രി ശ്രമിക്കാത്തത് കൊണ്ടുമല്ല, നിയമപരമായ ചില പ്രശ്നങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. കരാറെടുത്ത കമ്പനിയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് ഈ ഒരു റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് നജീബ് കാന്തപുരം MLA പറയുന്നത്. അല്ല, നമ്മളിപ്പോൾ KSTP ഡിപ്പാർട്ട്മെന്റ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട കൾപ്രിറ്റ്സ് ആണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട, ഈ ചുമതല നിർവഹിക്കാത്ത ആളുകൾക്ക് ഇത് ഉദ്യോഗസ്ഥന്മാർ കൂടി ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ടെന്നുള്ള ഒരു ആക്ഷേപം എനിക്കുണ്ട്. ആ ആക്ഷേപം കൂടി ഇവിടെ ഉന്നയിക്കുകയാണ്. കാരണം അവരിപ്പോൾ PD അടക്കം, പ്രോജക്ട് ഡയറക്ടർ അടക്കം, CE അടക്കമുള്ള ആളുകൾ ഇതിൽ ഉത്തരവാദിത്തം നിർവഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നമൊക്കെ സംഭവിക്കുന്നത്. അല്ല, മന്ത്രി ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നില്ല. കാരണം നിരന്തരമായ മീറ്റിങ്ങുകളിൽ മന്ത്രിയുടെ ചേംബറിൽ തന്നെ നമ്മൾ നടത്തിയതാണ്. അപ്പോഴൊക്കെ ഇവർ വന്ന് തരുന്ന വാഗ്ദാനം നമ്മളോട് ഇപ്പോൾ കോൺട്രാക്ടിങ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, അവരുടെ ഓണേഴ്സ് വരെ വന്ന് മീറ്റിങ്ങിലിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട വൈസ് പ്രസിഡന്റ് തന്നെയാണ് ഞങ്ങളെ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ ആ മീറ്റിങ്ങിലും അവർ തരുന്ന ഉറപ്പ് എല്ലാം റെഡിയാണെന്നുള്ളത്. അപ്പോൾ പിന്നെയും ആ നിലക്ക് മുന്നോട്ട് പോയതാണ്. പക്ഷെ ഇനി അത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് ബഹുമാന്യനായ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ റോഡ് നിർമ്മാണം സെപ്റ്റംബർ 30 കുറച്ചെങ്കിലും പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമൊക്കെ അല്പമെങ്കിലുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിനിടെ ഈ ഒരു കമ്പനിയെ നീക്കിക്കൊണ്ടുള്ള ഉത്തരവും, അതായത് KSTP-യിൽ നിന്നും കോൺട്രാക്ട് എടുത്ത കമ്പനി സബ് കോൺട്രാക്ട് നൽകിയ കമ്പനിക്കാണ് ഇതിന് വീഴ്ച വന്നിരിക്കുന്നതെന്നാണ് ജനകീയ കൂട്ടായ്മ പറയുന്നത്. അപ്പോൾ കോൺട്രാക്ട് എടുത്ത കമ്പനിയെ നീക്കിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള KMC കൺസ്ട്രക്ഷൻസ് ആണെന്ന കമ്പനിയാണ് നീക്കിയിരിക്കുന്നത്. പക്ഷേ റോഡ് നിർമ്മാണം ചില ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി പോലെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പോരാ. ഇത് അന്തർ സംസ്ഥാന പാതയാണ്. അതുകൊണ്ട് തന്നെ നിശ്ചയിച്ച രീതിയിൽ ഇത് പൂർത്തിയാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിർമ്മിച്ച ഇടങ്ങളിലൊക്കെ തന്നെ അപാകതകളുണ്ട്. അതുകൊണ്ട് ഈ കമ്പനിയെ നീക്കി, നിയമപരമായ തടസ്സങ്ങൾ നീക്കി എത്രയും വേഗത്തിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. ഒന്ന്, ഇങ്ങനെ ഒരു ജനകീയ സമിതി ഉണ്ടാക്കിയതിൻ്റെ കാരണം തന്നെ ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ്. കാരണം അത്രയും ആളുകൾ ഒരു ഡെയിലി ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. പിന്നെ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ സിറ്റി എന്ന് പറയുന്ന പെരിന്തൽമണ്ണയിലേക്ക് മറ്റ് പട്ടാമ്പി ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആംബുലൻസും മറ്റു കാര്യങ്ങളും എല്ലാം വരുമ്പോൾ ഒരു രോഗിയെ അത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടായ കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സർക്കാർ ഈ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഇതിലെത്തിയ സമയത്ത് കോടതി വിധി പ്രകാരമാണ് ഇവർ വീണ്ടും ഈ കമ്പനി ഈ കരാറിൽ നിലനിർത്തി പോകുന്നത്. ആ സമയത്ത് അവർ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി പോലെയാണ്. ഇപ്പോൾ MLA ഇവിടെ സൂചിപ്പിച്ചു 114 കോടി രൂപയുടെ ഒരു പദ്ധതിയിൽ ഒരു ചെറിയ ഭാഗം, 1 മണിക്കൂറൊക്കെയാണ് JCB വന്ന് പണിയെടുക്കുന്നത്. ഇപ്പോൾ ജനങ്ങളെ ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ഈ ജനകീയ സമിതി ആ ഒരു രീതിയിൽ തന്നെ സമരമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കമ്പനിയെ നീക്കിക്കൊണ്ടുള്ള സർക്കാർ തീരുമാനം വന്നതോടെ കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത്.
കാരണം ഈ കമ്പനി ചിലയിടങ്ങളിലൊക്കെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ അവർ ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി സ്റ്റേ വാങ്ങിയില്ല, ഈ കമ്പനി നീക്കുകയാണെങ്കിൽ തന്നെ രണ്ടാമത് ടെൻഡർ നൽകി അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി വേണം മറ്റൊരു കമ്പനിക്ക് ഈ റോഡിൻ്റെ നിർമ്മാണം പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ. അതിനും മാസങ്ങളെടുക്കും. ചുരുക്കത്തിൽ 2020 സെപ്റ്റംബറിൽ തുടങ്ങിയ ഈ ഒരു റോഡിൻ്റെ നവീകരണം അത് എന്ന് പൂർത്തിയാകുമെന്ന് ആർക്കും പറയാനാകാത്ത സ്ഥിതിയാണുള്ളത്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരണം, അതിന് സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ വേണം എന്നാവശ്യപ്പെട്ടാണ് ചൊവ്വാഴ്ച കട്ടുപാറയിൽ ജനകീയ കൂട്ടായ്മ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഒരുമിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പ്രതിഷേധം എത്രമാത്രം ഫലം കാണുമോ അല്ലെങ്കിൽ എത്രമാത്രം ഫലം കാണുമെന്നതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. സർക്കാരിൻ്റെ ഇടപെടൽ അടിയന്തരമായി ഇവിടെ വേണ്ടതുമാണ്. കാരണം അത്രമാത്രം ദുരിതമാണ് ഈ റോഡ്, അത്രമാത്രം ദുരിത പാതയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. നിരവധി വാഹനങ്ങൾ, അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ അടക്കം കടന്നു പോകുന്ന സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണിത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ ഒരു വിഷയത്തിൽ നിയമക്കുരുകൾ മറികടന്ന് ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണി എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അതിന് ഈ ഒരു പ്രതിഷേധം സർക്കാരിൻ്റെ മുൻപിൽ ഇതിൻ്റെ ഒരു ഗൗരവം എത്തിക്കുവാൻ വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത്. ഇനി ഇതുകൊണ്ട് തീർന്നില്ലെങ്കിൽ തിരുവനന്തപുരത്തെത്തി പ്രതിഷേധം രേഖപ്പെടുത്തുവാനും അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുവാനും പ്രതിഷേധ പരിപാടികൾ തുടരുവാനും ഈ കൂട്ടായ്മയ്ക്ക് ആലോചനയുമുണ്ട്. രാഷ്ട്രീയത്തിനതീതമായി ഒരു ജനകീയ വിഷയത്തിന് വേണ്ടി ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഫലം കാണുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. അശ്വതി, അനുമോദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരു വിഷയത്തിന് വേണ്ടി ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം അത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രതിഷേധം അതൊരു സൂചനയാണ്. അതെ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തേക്ക് അവരെ വരുത്തിക്കാതിരിക്കുക, അല്ലേ? തീർച്ചയായും. അപ്പൊ എന്തായാലും നമുക്ക് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് എത്താം. മേജർ ജനറൽ ഇന്ദ്രപാൽ അടക്കം പറഞ്ഞ കൃത്യമായ സ്ഥലത്ത് നിന്ന് ലഭിച്ച അസ്ഥി ഇതാരുടേത് എന്നുള്ള വലിയ ചോദ്യമാണ് ഇപ്പോൾ ഇനി ബാക്കി നിൽക്കുന്നത്, അല്ലേ? തീർച്ചയായും അപർണ, അങ്ങനെ തന്നെ ആ പ്രധാനപ്പെട്ട ആ സ്ഥലം, അതായത് അർജുന്റെ ലോറി ഉണ്ട് എന്ന് ലോഹഭാഗം, അതിന്റെ വലിയ ലോഹഭാഗം കണ്ടെത്തിയ ആ സ്ഥലത്ത് നിന്നാണ് ഈ അസ്ഥി കിട്ടിയത്. അതുകൊണ്ട് തന്നെ വലിയ ആ ഒരു പ്രതീക്ഷയുണ്ട് അത് അർജുന്റേതായിരിക്കുമോ എന്ന കാര്യത്തിൽ. എന്തായാലും അത് DNA പരിശോധനയിൽ മാത്രമേ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കൂ, അത് കൃത്യമായ സ്ഥിരീകരണം ഉണ്ടാകൂ. എന്തായാലും മനുഷ്യന്റേത് സമാനമായ അസ്ഥിയാണ്. ഈ സംബന്ധിച്ച് DNA പരിശോധന നടത്തിയാൽ ആ കൃത്യമായ ആ വിവരങ്ങൾ പുറത്തുവരും. എന്തായാലും വളരെ നിർണായകമായ വിവരം, വളരെ നിർണായകമായ ആ ദൃശ്യങ്ങൾ, അതാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. ആദ്യമായി ന്യൂസ് 18 ആ ദൃശ്യം പുറത്തുവിടുന്നു. എന്തായാലും ഇന്നത്തെ തെരച്ചിലിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിനിടയിലാണ് ഇത്തരത്തിൽ ഈ അസ്ഥി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും അധികൃതരെത്തി ആ അസ്ഥി ഇപ്പോൾ DNA പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. അർജുന്റെ സഹോദരൻ അഭിജിത്തിന്റെ DNA പരിശോധനാ ഫലം നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ ആ പരിശോധനാ ഫലം അത് ആരുടേതാണെന്ന കാര്യത്തിൽ, അത് അർജുന്റേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ലോറി കണ്ടെത്തിയെന്ന് ന്യൂസ് 18 ആദ്യ നാളുകളിൽ ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ട അതേ സ്ഥലത്ത് ആ ലോറി ഉണ്ടെന്ന് ഇന്ദ്രപാൽ അദ്ദേഹം കണ്ടെത്തിയ അതേ സ്ഥലത്ത് വെച്ചാണ് ഈ അസ്ഥി ലഭിച്ച് മനുഷ്യന് സമാനമായ അസ്ഥി ലഭിച്ചതെന്നതും വളരെ പ്രധാനമാണ്. എന്തായാലും അത് കൈയുടേതോ അതോ കാലിന്റേതാണോ എന്ന് മനസ്സിലാക്കാത്ത രീതിയിലാണുള്ളത്. എന്നാലും അത് വിശദമായ DNA പരിശോധനയിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ ഇത് ആരുടേതാണെന്ന്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി അർജുനായുള്ള തിരച്ചിൽ നടക്കുകയാണ്. ഗംഗാവലിപ്പുഴയിൽ ഇപ്പോൾ ഒരു അസ്ഥി ആ പുഴയിൽ നിന്ന് കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്നു. അത് ആരുടേതാണ്? സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ? ഒരുപാട് സംശയങ്ങളുണ്ട്. എന്താണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ബൈജു? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ന്യൂസ് 18 ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത്. ആ ഗംഗാവലിപ്പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ മനുഷ്യ സമാനമായ ഒരു അസ്ഥി ലഭിച്ചിരിക്കുന്നത്. കാലിന്റെ ആണോ കൈയുടെ ആണോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. എന്നാലും ഈ അസ്ഥി ഇപ്പോൾ DNA പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നു. ന്യൂസ് 18 ആ ദൃശ്യം ആദ്യം തന്നെ പുറത്തുവിടുന്നു. എന്തായാലും മനാഫ് നമ്മോടൊപ്പം ചേരുകയാണ്. മനാഫ് ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായ സമയത്താണ് ആ അസ്ഥി ലഭിച്ചത്. മനാഫ്, എന്താണ് ആ അസ്ഥി? ഒരു അസ്ഥി ഡർജറിൽ
CP4 എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് വെച്ചിട്ട് മണ്ണ് മാന്തിക്കൊണ്ട് നിൽക്കുമ്പം മണ്ണ് മാന്തണ ബക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ്റെത് എന്നുള്ള തോന്നലുള്ള ഒരു അസ്ഥി കയറി വന്നിട്ടുണ്ട്. അതിന് കൂടുതൽ പരിശോധന. വെൽക്കം ബാക്ക്. മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം. അശ്വതി, നമുക്ക് മോർണിംഗ് വൈബ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സെഗ്മെന്റുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ വാർത്തകൾക്ക്, ഇന്റർനാഷണൽ വാർത്തകൾക്ക്, സ്പോർട്സ്, എന്റർടൈൻമെന്റ്, പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ വിഷസും ആനിവേഴ്സറി വിഷസും ഒക്കെ അറിയിക്കാനുള്ള നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്, അങ്ങനെ ഒരുപാട് സെഗ്മെന്റ്. ആ കൂട്ടത്തിലേക്ക് ഒരു പുതിയ സെഗ്മെന്റ് കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണ് ഇന്നു മുതൽ. അതെ, ഫാസ്റ്റ് ന്യൂസും കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അത് മോർണിംഗ് ഷോയിൽ മാത്രമല്ല, മറ്റ് വാർത്തകൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി ഫാസ്റ്റ് ന്യൂസ് ഇന്ന് മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ന്യൂസ് 8. അപ്പോൾ രാവിലെ 8 മണിക്ക് ഈ മോർണിംഗ് വൈബ്സിനിടയിൽ ഒരു ഫാസ്റ്റ് ന്യൂസ് ഉണ്ടാകും. ഒപ്പം 10:30ക്കും 12 മണിക്കും അങ്ങനെ ഇടവിട്ട സമയങ്ങളിൽ എല്ലാ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഫാസ്റ്റ് ന്യൂസുമായി ഇന്ന് നമുക്കൊപ്പം ആരാണ് ചേരുന്നത് ഫാസ്റ്റ് ന്യൂസിൽ? ദിൽന ദിനേശ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. ദിൽന, ഗുഡ് മോർണിംഗ്. ഒപ്പം ആശംസകളും. ദിൽന ആദ്യമായിട്ടാണ് വാർത്ത വായിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു പുതിയ ആളെ കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. ദിൽന ദിനേശ്. ദിൽന, എന്തൊക്കെയാണ് അപ്പൊ ഒരു ടെൻഷനോ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പോ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? അശ്വതി, ആര്യ, എനിക്ക് നല്ല പേടിയുണ്ട്. ആദ്യമായിട്ടാണ്. ഒന്നും പേടിക്കണ്ട, നമ്മുടെ പ്രേക്ഷകരാണ്, നമ്മുടെ പ്രേക്ഷകരല്ലേ. ആദ്യം വായിക്കുമ്പോഴുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ അവര് ക്ഷമിച്ചോളും. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടെ അങ്ങ് വായിച്ചോളൂ. ക്ഷമിക്കൊന്ന് പ്രതീക്ഷിച്ച് തുടങ്ങുകയാണ് ഇന്ന് മുതല്. ദിൽനെ കുറിച്ച് കൂടി പറയൂ. ദിൽന എവിടെ നിന്നാണ് വരുന്നത്, ഏതാണ് നാട്, ഏതാണെന്നൊക്കെ ഒന്ന് പറയൂ. മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പാണ്ടിക്കാടാണ് സ്ഥലം. പഠിച്ചതെല്ലാം അവിടെ തന്നെയാണ്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഫാസ്റ്റ് ന്യൂസിലേക്ക് പോവാൻ. ദിൽന, ഓക്കെ. ശിരൂർ ദൗത്യം നിർണായക ഘട്ടത്തിൽ. മനുഷ്യ സമാനമായ അസ്ഥി ലഭിച്ച സ്ഥലം കേന്ദ്രീകരിച്ച് ഇന്ന് തെരച്ചിൽ. ദൗത്യം ഏകോപിപ്പിക്കാനായി റിട്ടയർ മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രബാലൻ ശിരൂരിലെത്തും. തെരച്ചിലിന് ഈശ്വർ മാൽപ്പയും ഇന്ന് മടങ്ങിയെത്തും. വിവാദങ്ങൾക്കിടെ ഫേസ്ബുക്ക് കവർ ഫോട്ടോ മാറ്റി PV അൻവർ. ഇതുവരെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ളതായിരുന്നു കവർ ചിത്രം. പ്രവർത്തകർക്കൊപ്പമുള്ളതാണ് പുതിയ ചിത്രം. സാമൂഹിക മാധ്യമങ്ങളിൽ അൻവറിന് സൈബർ സഖാക്കളുടെ പിന്തുണ തുടരുകയാണ്. തൃശൂർ പൂരം കലക്കലിൽ ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് സർക്കാരിന് കൈമാറും. പൂരം കലക്കിയതിൽ അട്ടിമറിയോ ബാഹ്യ ഇടപെടലോ ആർക്കുമെതിരെ നടപടിക്ക് ശുപാർശയോ ഇല്ലെന്നാണ് സൂചന. അന്തിമ തീരുമാനം സർക്കാർ കൈക്കൊള്ളും. ലൈംഗികാതിക്രമ കേസിൽ നടൻ ജയസൂര്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. പിഗ്മാൻ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് പരാതി. നടിയുടെ പരാതി സാങ്കല്പിക കാര്യങ്ങളാണെന്ന് ജയസൂര്യ ഹർജിയിൽ പറയുന്നു. നടനും സംവിധായകനുമായ അഖിൽ മാരാറുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണത്തിലാണ് കേസ്. രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് കേസെന്നാണ് അഖിൽ മാരാറുടെ വാദം. CMDRF എതിരെ പ്രചാരണം നടത്തിയിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം ഇന്ന് മെഡിക്കൽ കോളേജിന് കൈമാറും. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഗാന്ധിനഗറിലെ വീട്ടിലെത്തിക്കും. ജില്ലാ കമ്മിറ്റി ഓഫീസറായ ലെനിൻ സെന്ററിലും എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനം ഉണ്ടാകും. ഇന്ന് വൈകിട്ട് 4-ന് ഭൗതികദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. കാസർഗോഡ് ചട്ടഞ്ചാൽ ഉക്രംപടി സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. മുംബൈയിൽ നിന്ന് 2 ആഴ്ച മുൻപാണ് മണികണ്ഠൻ പനി ബാധിച്ച് നാട്ടിലെത്തിയത്. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം പള്ളുരുത്തി സ്വദേശി ആദം ജോ ആന്റണിക്കായി തെരച്ചിൽ. തിരോധാനം 57 ദിവസം പിന്നിടുന്നു. കൊച്ചിയിൽ നിന്ന് സൈക്ലിങ്ങിനായി പോയതാണ് യുവാവ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് സമീപമാണ് ആദമിനെ അവസാനമായി കണ്ടത്. ആദമിനെ എത്രയും വേഗം കണ്ടെത്തണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. തൃശൂർ ആളൂരിൽ പോക്സോ കേസിൽ ട്യൂഷൻ മാസ്റ്റർ അറസ്റ്റിൽ. വെള്ളാഞ്ചിറ സ്വദേശി ശരത്താണ് അറസ്റ്റിലായത്. പഠിക്കാനെത്തിയ കുട്ടിയെ പീഡിപ്പിച്ചതിനാണ് കേസ്. പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ ഇയാൾ പലർക്കായും അയച്ചതായും കണ്ടെത്തി.
ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ. മലപ്പുറം വളാഞ്ചേരിയിലാണ് സംഭവം. തൃശൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ശാസ്ത ബസ്സിലെ ജീവനക്കാരനാണ് യാത്രക്കാരന് ചികിത്സ ഒരുക്കിയത്. പെരിന്തൽമണ്ണ പുലാമന്തൽ റോഡിൽ യാത്രാക്ലേശം രൂക്ഷം. 4 വർഷം മുൻപ് തുടങ്ങിയ നവീകരണം എങ്ങും എത്തിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് സമരത്തിന് തയ്യാറെടുക്കുകയാണ് CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും. നാളെയാണ് പ്രതിഷേധം. ഇനി ദേശീയ വാർത്തകൾ. കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാരെ CBI ചോദ്യം ചെയ്തു. പ്രതിഷേധിച്ച യുവ ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇരുവരെയും പശ്ചിമ ബംഗാൾ ആരോഗ്യ വകുപ്പ് മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഉത്തർപ്രദേശിൽ റെയിൽവേ പാളത്തിൽ നിന്ന് വീണ്ടും ഗ്യാസ് സിലിണ്ടർ കണ്ടെത്തി. ഡൽഹി ഹൗറ റെയിൽപാതയിൽ പ്രേംപൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു സംഭവം. ഇതുവഴി കടന്നുപോയ ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് സിലിണ്ടർ കണ്ടത്. ഉടൻ എമർജൻസി ബ്രേക്ക് ചെയ്തത് കാരണം വൻ ദുരന്തം ഒഴിവായി. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും പോലീസും സ്ഥലത്തെത്തി സിലിണ്ടർ നീക്കം ചെയ്തു. AICC ജനറൽ സെക്രട്ടറിയും MP-യുമായ കുമാരി സെൽജ BJP-യിലേക്കെന്ന് അഭ്യൂഹം. സെൽജയെ BJP നേതാവ് മനോഹർ ലാൽ ഖട്ടർ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. ഹരിയാനയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സെൽജ കോൺഗ്രസ് നേതൃത്വവുമായി ഭിന്നതയിലാണ്. കോൺഗ്രസിന്റെ ദളിത് വിരുദ്ധത കാരണമാണ് സെൽജ പ്രചാരണ വേദികളിൽ എത്താത്തതെന്ന് ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി ആരോപിച്ചു. തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തിട്ടുണ്ടെന്ന വാർത്ത അസംബന്ധമെന്ന് AR ഡയറി ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ജീവനക്കാരൻ. ക്ഷേത്രത്തിലേക്ക് നെയ്യ് വിതരണം ചെയ്തിരുന്നത് ഇവിടെ നിന്നായിരുന്നു. മീനെണ്ണയ്ക്ക് നെയ്യിനേക്കാൾ വില കൂടുതലാണ്. അതിനാൽ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പ്രാരംഭഘട്ടത്തിൽ നിയന്ത്രിക്കുന്നത് റോബോട്ടുകളാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ്. 2035ഓടെയാകും ഇത് പ്രവർത്തന സജ്ജമാകുക. തുടർന്ന് മനുഷ്യരെ അയച്ച് ഗവേഷണങ്ങൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വന്യജീവി ആവാസ വ്യവസ്ഥയുടെ സംയോജിത വികസന പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. 15ാം ധനകമ്മീഷൻ ഇതിനായി 2602 കോടി നീക്കിവെച്ചു. പ്രൊജക്ട് ടൈഗർ, പ്രൊജക്ട് എലിഫന്റ്, ഡെവലപ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് എന്നീ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. കാശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവരെ ജയിലിൽ നിന്നും വിട്ടയക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തീവ്രവാദം തുടച്ചു നീക്കുന്നതുവരെ പാകിസ്ഥാനുമായി യാതൊരു ചർച്ചയ്ക്കും ഇല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ജമ്മു കാശ്മീർ BJP അധ്യക്ഷൻ രവീന്ദ്ര റൈനയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്ര സിഖ് മതപ്രഭാഷകനും MP-യുമായ അമൃത്പാൽ സിംഗും കൂട്ടാളികളും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കുന്നുവെന്ന് പഞ്ചാബ് പോലീസ്. മുഖ്യമന്ത്രി ഭഗവത് മാന്നിനു നേരെ ഇവർ ഭീഷണി ഉയർത്തുന്നുവെന്നും റിപ്പോർട്ട്. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതികളിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പോലീസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിക്ക് വേണ്ടി പ്രചാരണം നടത്തുമെന്ന് ജമ്മു കശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്. ഞായറാഴ്ച അദ്ദേഹം ഉദ്ധവ് താക്കറെയുമായി കൂടിക്കാഴ്ച നടത്തി. ഭരണകക്ഷിയായ BJP-യെ സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇനി അന്താരാഷ്ട്ര വാർത്തകൾ നോക്കാം. ന്യൂയോർക്കിൽ നടക്കുന്ന UN പൊതുസഭയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാവി
ഒരു നല്ല നാളേക്കുള്ള ബഹുമുഖ പരിഹാരങ്ങൾ എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ലോക നേതാക്കളും ഉച്ചകോടിയിലെത്തും. ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടക്കും. ഇനി സ്പോർട്സ് വാർത്തകൾ നോക്കാം. വിക്കറ്റുകളുമായി ടെസ്റ്റ് ക്രിക്കറ്റിലെ വിക്കറ്റ് വേട്ടയിൽ 8ാം സ്ഥാനത്തേക്ക് കുതിച്ച് AR അശ്വിൻ. 519 വിക്കറ്റുമായുള്ള വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരം കോർട്ടനി വാൾഷിനെയാണ് അശ്വിൻ മറികടന്നത്. 530 വിക്കറ്റുകളുമായി ഓസ്ട്രേലിയൻ താരം നേതൻ ലയനാണ് അശ്വിന് മുന്നിലുള്ളത്. 800 വിക്കറ്റുകളുമായി ശ്രീലങ്കൻ സ്പിൻ ഇതിഹാസം മുത്തയ്യ മുരളീധരനാണ് പട്ടികയിൽ ഒന്നാമത്. ഇംഗ്ലണ്ടിനെതിരെ തുടർച്ചയായ 2ാം ഏകദിനത്തിലും ഓസ്ട്രേലിയയ്ക്ക് ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെതിരായ ഓസ്ട്രേലിയ 44 ഓവറിൽ 270 നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 40 ഓവറിൽ റൺസ് എടുക്കാൻ മാത്രമാണ് സാധിച്ചത്. അലക്സ് കാരി, മിച്ചൽ മാർഷ് എന്നിവർ പരമ്പരയിൽ ഓസീസ് 2-0 മുന്നിലെത്തി. ബംഗ്ലാദേശിനെ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ തകർത്തെറിഞ്ഞ ടീം ഇന്ത്യ. 1.5 ദിവസത്തോളം ബാക്കി നിൽക്കവേ ഷാൻഡോ നയിച്ച ബംഗ്ലാ കടുവകളെ 280 റൺസിനാണ് ഇന്ത്യ നാണം കെടുത്തിയത്. ഇതോടെ 2 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. പരമ്പരയിലെ അവസാന ടെസ്റ്റ് അടുത്ത വെള്ളിയാഴ്ച തുടങ്ങും. IPL മെഗാ താരലേലത്തിന് മുൻപ് ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക പുറത്ത്. ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദ്, ജഡേജ, ശിവം ദുബൈ, മദീഷ പതിരാന, MS ധോണി എന്നിവരെയാണ് നിലവിൽ ചെന്നൈ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സൂപ്പർ ലീഗ് കേരളയിലെ 3ാം റൗണ്ട് അവസാന മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്പൻസും കണ്ണൂർ വാരിയേഴ്സും സമനിലയിൽ. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. 57ാം മിനിറ്റിൽ കാമറൂൺ താരം ഏസ്റ്റണർ ലവ് സാംബ വാരിയേഴ്സിന് വേണ്ടി ഗോൾ നേടി. മത്സരം അവസാനിക്കാൻ 5 മിനിറ്റ് ശേഷിക്കെ കൊമ്പൻസിനായി ഗണേശനാണ് സമനില ഗോൾ നേടിയത്. ലീഗിൽ 3 റൗണ്ട് മത്സരം പൂർത്തിയാകുമ്പോൾ കാലിക്കറ്റ്, തിരുവനന്തപുരം, കണ്ണൂർ ടീമുകൾക്ക് 5 പോയിന്റ് വീതമാണ് ഉള്ളത്. തിരുവോണ ദിവസത്തെ കടം വീട്ടി ബ്ലാസ്റ്റേഴ്സ്. സ്വന്തം തട്ടകത്തിൽ 2ാം മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ആദ്യ ജയം. ഒരു ഗോളിന് പിന്നിലായപ്പോൾ പോയ ശേഷം തളരാതെ 2 ഗോൾ തിരിച്ചടിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. 63 മിനിറ്റിൽ നോഹ സദൂയയും 88ാം മിനിറ്റിൽ കാമി പെപ്രയുമാണ് ബ്ലാസ്റ്റേഴ്സിനായി ലക്ഷ്യം കണ്ടത്. വിജയത്തോടെ 2 കളികളിൽ നിന്ന് 3 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് 6ാം സ്ഥാനത്തേക്ക് കയറി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബോൺമൌത്തിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ലിവർപൂൾ. ഇതോടെ ടേബിൾ പട്ടികയിൽ 1ാം സ്ഥാനത്താണ് ടീം. ലൂയിസ് ഡിയാസ് ഇരട്ട ഗോൾ നേടിയപ്പോൾ ഡാർവിൻ ന്യൂനസ് 3ാമത്തെ ഗോൾ നേടി. 5 കളികളിൽ നിന്ന് 12 പോയിന്റുകളാണ് ലിവർപൂളിന്റെ സമ്പാദ്യം. ക്രിസ്റ്റൽ പാലസിനോട് ഗോൾ രഹിത സമനില വഴങ്ങി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മത്സരത്തിൽ ഉടനീളം യുണൈറ്റഡിന് ആധിപത്യം നേടാൻ കഴിഞ്ഞെങ്കിലും ഗോളിലേക്ക് കളി തിരിക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ 7 പോയിന്റുകളുമായി 11ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇനി സിനിമാ വിശേഷങ്ങൾ നോക്കാം. ആസിഫ് അലിയുടെ ആദ്യ 50 കോടി ക്ലബ് ചിത്രമായി ഒരുങ്ങാൻ കിഷ്കിന്ദ കാണ്ഡം. 9 ദിവസം കൊണ്ട് 30 കോടി ക്ലബിൽ ചിത്രം ഇടം പിടിച്ചു. വൈകാതെ ചിത്രം 50 കോടി ക്ലബ് എന്ന നേട്ടം കൊയ്യും. അങ്ങനെയെങ്കിൽ ആസിഫ് അലിയുടെ ആദ്യ 50 കോടി ചിത്രവും കിഷ്കിന്ദ കാണ്ഡം ആയിരിക്കും. കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിന് ശേഷം ദിൻജിത്ത് അയ്യത്താന്റെ സംവിധാനത്തിൽ പുറത്തിറക്കിയ
ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, ഛായാഗ്രഹണം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് ബാഹുൽ രമേശാണ്. അമൽ നീരജ് ചിത്രം ബോഗിൻ വില്ലയുടെ പോസ്റ്റർ പുറത്തിറങ്ങി. കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ജ്യോതിർമയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സുഷിൻ ശ്യാം സംഗീതം ഒരുക്കുന്ന ചിത്രത്തിൽ സോണി മ്യൂസിക് ആണ് ഓഡിയോ റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആനന്ദ് സി ചന്ദ്രനാണ്. എഡിറ്റിംഗ് വിവേക് ഹർഷനും നിർവഹിക്കുന്നു. ജൂനിയർ NTR നായകനായി എത്തുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ദേവര എത്തുന്നു. കൊരടാല ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രം സെപ്റ്റംബർ 27 മുതൽ തിയേറ്ററുകളിലെത്തും. റിലീസ് ദിവസം അർദ്ധരാത്രി 12 മണി മുതൽ ചിത്രത്തിന്റെ ഷോ ആരംഭിക്കും. ദിവസേന 6 ഷോ വരെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ചിത്രത്തിൽ ജാൻവി കപൂർ നായികയാകുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളായി സെയ്ഫ് അലി ഖാൻ, പ്രകാശ് രാജ്, ശ്രീകാന്ത്, ഷൈൻ ടോം ചാക്കോ, നരേൻ, കലൈശരയൻ, അജയ്, അഭിമന്യു സിംഗ് എന്നിവരും ഉണ്ടാകും. ഇനി ബിസിനസ് വാർത്തകൾ നോക്കാം. കടബാധ്യത നേരിട്ട രാജ്യത്തെ പ്രമുഖ ടെലികോം ഓപ്പറേറ്ററായ വോഡഫോൺ ഐഡിയ കമ്പനികൾ നോക്കിയ, എറിക്സ്, സാംസങ് എന്നീ കമ്പനികളുമായി പുതിയ കരാർ. 30,000 കോടി രൂപയുടേതാണ് ഇടപാട്. ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. 3 വർഷത്തേക്ക് നെറ്റ്വർക്ക് ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്നതിനാണ് കരാർ. ഫോർഡ് ഇന്ത്യൻ വിപണിയിൽ തിരിച്ചെത്തുന്നു. തമിഴ്നാട്ടിലെ നിർമ്മാണ പ്ലാന്റിൽ കമ്പനി പ്രവർത്തനം പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ഫോർഡ് ഇന്റർനാഷണൽ മാർക്കറ്റ്സ് ഗ്രൂപ്പ് പ്രസിഡന്റ് കെ ഹാർഡ് ലിങ്ക്ഡ്ഇൻ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 10,000 ലീഡ്സ് ലൈൻ ഇന്റർനെറ്റ് കണക്ഷനുകളുടെ 200 കോടി വരുമാനം ലക്ഷ്യമിട്ട് കെ ഫോൺ 7 മാസത്തിനടി കണക്ഷൻ 1.5 ലക്ഷം കവിഞ്ഞു. ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഒരു ഇടവേള. ലാബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റേ DNA ടെസ്റ്റ് നടന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് എന്തായാലും ഈ DNA പരിശോധനയിൽ മാത്രമേ ഇത് ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 3 പേരാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. നമ്മുടെ അർജുന്റെ ലോറി ഉണ്ട് എന്ന് പറയുന്ന ആ ഭാഗത്തു നിന്നാണ് ഈ അസ്ഥി കിട്ടിയത് അല്ലേ? അതെ, അവിടെ കൈയിൻ്റെതോ കാലിൻ്റെതോ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഒരു അസ്ഥിക്കൂടാണ് കിട്ടിയത്. CP4 ഡോക്ടർ ഇന്ദ്രപാൽ അടയാളപ്പെടുത്തിയ ആ സ്ഥലത്ത്. അതെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അർജുനായി ശിരൂരിൽ നടത്തിയ തെരച്ചിലിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അസ്ഥിയാണ്. മനുഷ്യന്റേതെന്ന് തോന്നിപ്പിക്കുന്ന അസ്ഥിയാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ നിർണായക ദൃശ്യങ്ങൾ ന്യൂസ് 18 ആണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. പുഴയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിയാണിത്. ആരുടേതാണ് ഈ അസ്ഥി എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. DNA ടെസ്റ്റിന് ശേഷം മാത്രമേ ഇത് പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പുഴയിൽ നിന്ന് അർജുനായി നടത്തുന്ന തിരച്ചിലിൽ നിന്ന് തിരച്ചിലിന് ശേഷം ലഭിച്ച ഒരു അസ്ഥിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ അസ്ഥിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പ്രേക്ഷകർ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷം വരുന്നത്. ശിരൂരിൽ നിന്ന് ഒരു അസ്ഥി കണ്ടെത്തി. അത് ആരുടേതാണെന്ന കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. വളരെ വ്യക്തമായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ആ അസ്ഥി കാണാൻ സാധിക്കും. ഇത് മനുഷ്യന്റേതാണ് എന്ന കാര്യത്തിൽ പോലും സ്ഥിരീകരണം. പക്ഷേ മനുഷ്യന്റേതെന്ന സംശയത്തിലാണ് ഈ അസ്ഥി കണ്ടെത്തിയത്. ഇത് പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇത് ആരുടേതാണെന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരികയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CP4 നിന്നാണ് ഈ അസ്ഥി കണ്ടെത്തിയതെന്നാണ്. അതായത് മേജർ ഇന്ദ്രപാലന്റെ നേതൃത്വത്തിൽ സേന നടത്തിയ കൃത്യമായി ഈ സ്പോട്ടിലാണ് ലോറി ഉള്ളത് എന്ന് പറഞ്ഞ കോണ്ടാക്ട് നമ്പർ 4 നിന്നാണ് ഈ അസ്ഥി ലഭിച്ചതെന്നാണ് ഇപ്പോൾ അർജുന്റെ ലോറി ഉടമ മനാഫ് പറയുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ന്യൂസ് 18 ആണ് ആദ്യമായി ഈ വാർത്ത പുറത്തുവിടുന്നത്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, CP4 നിന്നാണ് ഈ അസ്ഥി ലഭിച്ചതെന്നാണ് മനാഫ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പ്രധാനമായും CP4 ഈ ലോറി, അർജുന്റെ ലോറി അടക്കമുണ്ട് എന്ന് മേജർ ജനറൽ ഇന്ദ്രപാൽ അടക്കം പറഞ്ഞ കൃത്യമായ സ്ഥലത്ത് നിന്ന് ലഭിച്ച അസ്ഥി ഇതാരുടേത് എന്നുള്ള വലിയ ചോദ്യമാണ് ഇപ്പോൾ ഇനി ബാക്കി നിൽക്കുന്നത് അല്ലേ?
തീർച്ചയായും അപർണ, അങ്ങനെ തന്നെ ആ പ്രധാനപ്പെട്ട ആ സ്ഥലം, അതായത് അർജുന്റെ ലോറി ഉണ്ട് എന്ന് ലോഹഭാഗം, അതിന്റെ വലിയ ലോഹഭാഗം കണ്ടെത്തിയ ആ സ്ഥലത്ത് നിന്നാണ് ഈ അസ്ഥി കിട്ടിയത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതീക്ഷയുണ്ട് അത് അർജുന്റേതായിരിക്കുമോ എന്ന കാര്യത്തിൽ. എന്തായാലും അത് DNA പരിശോധനയിൽ മാത്രമേ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കൂ, അത് കൃത്യമായ സ്ഥിരീകരണം ഉണ്ടാകൂ. എന്തായാലും വീണ്ടും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ന്യൂസ് കണ്ടു, ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ അതിവേഗം നോക്കി വന്നു. ഇനി നമ്മുടെ പ്രിയപ്പെട്ട സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്, സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്. ഈ സ്പെഷ്യൽ ഡേയിൽ ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അതിഥിയാണ് മോർണിംഗ് വൈബ്സിൽ ചേരാൻ പോകുന്നത്. മലയാളത്തിന്റെ സ്വന്തം കാരണവർ മധു സാറിന്റെ ജന്മദിനമാണിത്, 91ാം ജന്മദിനം. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മധു സാർ. ആയുരാരോഗ്യ സൗഖ്യത്തോടെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ന്യൂസ് 18ന്റെ എല്ലാ പിറന്നാൾ ആശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇനി ഞങ്ങൾ അറിയിക്കാൻ വേണ്ടി ഒരാളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, ഭവ്യ പാർവതി. അപ്പൊ മലയാള സിനിമയുടെ തലതൊട്ടപ്പന്റെ പിറന്നാൾ ആഘോഷത്തിൽ അതിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടി ന്യൂസ് 18ന്റെ പ്രതിനിധിയായി ഭവ്യ പോയിട്ടുണ്ട്. അതെ, ന്യൂസ് 18ന്റെ പ്രേക്ഷകർക്കൊപ്പം മധു സാറിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ. എങ്ങനെയാണ് അപ്പൊ ഈ 91ാം പിറന്നാൾ ആഘോഷം, അദ്ദേഹത്തിന്റെ പിറന്നാൾ വിശേഷം എന്തൊക്കെയാണ്? വിശേഷമുണ്ട്, വലിയ വിശേഷത്തിൽ തന്നെയാണ്. ഇന്നത്തെ ദിവസത്തെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാള സിനിമയുടെ തലതൊട്ടപ്പന്റെ പിറന്നാൾ ദിവസമാണ്. അപ്പം ആ പിറന്നാളുകാരനെ കൂടിയാണ് ഞാനിപ്പോൾ മോർണിംഗ് ഷോയിൽ നിൽക്കുന്നത്. നമുക്ക് നേരെ പിറന്നാളുകാരന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. മധു സാർ, അങ്ങനെ പിറന്നാൾ ദിവസത്തിലാണ്, എന്തൊക്കെയാ പിറന്നാൾ വിശേഷങ്ങൾ? ഒരു വിശേഷമില്ല, എനിക്ക് എന്നും പിറന്നാളില്ലേ. പിന്നെ ഇന്നെന്താ വിശേഷം? ശരി, ചിലപ്പോ ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടാക്കുമ്പോൾ ഒരു പായസം കൂടെ ഉച്ചയ്ക്ക് വരികയും വീട്ടുകാർ, ഇത്രയേ ഉള്ളൂ വിശേഷം, വേറൊന്നുമില്ല. പക്ഷെ നാട്ടുകാര് കാര്യമായിട്ട് ആഘോഷിക്കുന്നുണ്ടല്ലോ. നാട്ടുകാർ ഇതുവരെ ഞാനൊന്നും കണ്ടില്ല ആഘോഷിച്ച. മറ്റത് 90 തികഞ്ഞതുകൊണ്ടാ, ഇന്നിപ്പോ 91 ഒരു പ്രത്യേകം ഒരു പ്രാധാന്യമൊന്നുമില്ലല്ലോ. നാട്ടുകാർ ആഘോഷിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. സാധാരണ ഒരു ദിവസം പോലെ തന്നെയാണോ, അല്ലെങ്കിൽ പണ്ട് മുതലേ ആഘോഷിക്കാറുണ്ടോ പിറന്നാളൊക്കെ? ഞാൻ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. പിന്നെ വീട്ടുകാർ ആഘോഷിച്ചിട്ടുണ്ട്, അച്ഛനും അമ്മയും ഒക്കെ ആഘോഷിച്ചിരിക്കാം. പിന്നെ ഇതുപോലെ ആഘോഷങ്ങൾ നടക്കുമായിരിക്കാം. പക്ഷെ ഞാനിങ്ങനെ പ്രത്യേകം, കാരണം എനിക്കെന്നും പിറന്നാളിന്റെ സുഖമാണ്. ഇന്നത്തെ ദിവസത്തിനപ്പോ പ്രത്യേകത എന്തൊക്കെയാ ഉള്ളത്? ഇന്നത്തെ പ്രത്യേകത തന്നെ, നിങ്ങൾ വന്നിരിക്കുന്നു, ഞാൻ പാചകം അടിക്കുന്നു. ഇപ്പൊ രാവിലെ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. കുളിക്കണം, മനസ്സിലായില്ലേ? ആരെങ്കിലുമൊക്കെ വരും, അവരെയൊക്കെ കാണാൻ റെഡിയാവണം. ഇത്രയൊക്കെ ഉള്ളൂ. ഓണം കഴിഞ്ഞ ഒരു ആഘോഷം കഴിഞ്ഞ് നിൽക്കുമ്പോ പിറന്നാൾ ആഘോഷം കൂടെ വന്നിരിക്കുകയാണ്. കുടുംബക്കാരൊക്കെ ഒത്തുചേരുമോ ഇന്നത്തെ ദിവസം? ഇന്ന് കുടുംബക്കാരെല്ലാം ഏതായാലും എല്ലാരെയും വിളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു എന്റെ മോള്. ഈ പിറന്നാൾ അല്ല, ഓണത്തിനും ഞാനങ്ങനെ വലിയ ആഘോഷമൊന്നും നടത്തിയില്ല. വീട്ടിലൊക്കെ ചെറുതായിട്ടൊക്കെ ഇത് ഈ പറഞ്ഞ പോലെയാണ്. വീടുകളിലെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഷർട്ടും മുണ്ടുമൊക്കെ ഇടുമെന്ന്, പിന്നെ ഒരു സദ്യയുടെ കൂടെ, ആഹാരത്തിന്റെ കൂടെ, ശാപ്പാടിന്റെ കൂടെ ഒരു 1-2 പായസം ഉണ്ടാവും. അതാണ് പൊതുവെ കാണുന്നത്. ഇപ്പം മലയാള സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നഷ്ടങ്ങളുടെ ഒരു വർഷമാണ് കഴിഞ്ഞ വർഷം, ഈ വർഷമൊക്കെ. കാരണം ഇപ്പം ഏറ്റവും അടുത്തായി നമ്മുടെ കവിയൂർ പൊന്നമ്മ ചേച്ചിയൊക്കെ അന്തരിച്ചു. അപ്പൊ സാറിനെ സംബന്ധിച്ചാണെങ്കിൽ ഇവരൊക്കെ ആയിട്ട് ഒരുപാട് അനുഭവമുള്ള, കൂടെ അഭിനയിച്ച ആളുകളാണ്. ഒരുപാട് ഒരു തലമുറയുടെ തന്നെ ഒരു അവസാനമായിരുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത്. അവരൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഇപ്പം കവിയൂർ പൊന്നമ്മ ചേച്ചി ആണെങ്കിൽ പോലും ഓർക്കുന്നത്, ഇപ്പോ വെറുതെ ഇരിക്കാൻ നേരത്ത് അവരുമായിട്ട് കഴിഞ്ഞ അവസരങ്ങള്, ഒരുമിച്ച് അഭിനയിച്ച രംഗങ്ങൾ, ഇതൊക്കെ മനസ്സിൽ വരും. സ്നേഹമായിട്ട് സംസാരിച്ചിട്ടുള്ള സമയം, വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർമ്മ വരും. ആദ്യമൊക്കെ എനിക്ക് പഴയ സിനിമ കാണുമ്പോൾ മിക്കവാറുള്ളവരെല്ലാം ഇല്ലാത്തവരാണല്ലോ, വിഷമം തോന്നുമായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരില്ല എന്നുള്ള അവരുടെ മരണത്തിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ ആയിരിക്കാൻ വരിക. ഇപ്പോൾ അത് മാറി. സിനിമ കാണുമ്പോൾ ഐ ഫീൽ ഞാൻ അവരുടെ കൂടെ ഇരിക്കുകയാണെന്നൊരു തോന്നലുണ്ട്. ഞാൻ അവരുടെ ജീവനോടെ കാണുന്നു, ഞാനും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളൊരു സുഖമാണ് ഈ പഴയ സിനിമ കാണുമ്പോൾ എനിക്കിപ്പോ. ഇപ്പം സാറാണെങ്കിൽ ഇപ്പൊ കുറെ വർഷമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ എനിക്ക് പുറത്തൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? വണ്ടി ഷെഡി കയറ്റി കഴിഞ്ഞു ഉടനെ അങ്ങനെ ഇറക്കാനും നോക്കൂല. എനിക്ക് സുഖമാണിത്. നമ്മള് വിചാരിച്ച ഏത് വണ്ടി ഇറക്കിക്കൂടെ? നമ്മള് വിചാരിച്ച ഇറക്കാത്ത വണ്ടിയൊക്കെ ഇറക്കാൻ പറ്റത്തില്ലേ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഇപ്പോഴാണ് മനസ്സിലായി ഇരുന്ന നല്ല കാര്യം വല്ലതൊക്കെ ചെയ്യാൻ സാധിക്കും. ഇത് ചുമ്മാ ബായി നോക്കി നടക്കാന്നുള്ളതല്ലാതെ. പിന്നെ ഇറങ്ങിയാൽ പട്ടി വേണമെങ്കിൽ കടിക്കും,
വണ്ടി ഇടിക്കും. ഇതാകുമ്പോൾ അതില്ല, വീട്ടിൽ ഇരുന്ന് രണ്ടുമില്ല. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ മലയാള സിനിമയുടെ കാരണവരാണ്, തലതൊട്ടപ്പനാണ്, അങ്ങനെ തന്നെയാണ് എല്ലാവരും അറിയപ്പെടുകയും സാർ അറിയപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പം സാറടക്കം തുടങ്ങിയ ഒരു സംഘടന ഉണ്ടായിരുന്നു അമ്മ. ആ അമ്മ ഇപ്പൊ എല്ലാം കൂടെ ചിന്നിച്ചെതറി നിൽക്കുവാണെന്നാണ് പറയുന്നത്. അത് ആ വാർത്തകളൊക്കെ ഇങ്ങനെ ഒരു പക്ഷേ വീട്ടിലിങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ എന്നും കേൾക്കുന്നുണ്ടാവും. അത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് കാരണവർ എന്ന നിലയിൽ? വലിയ വിഷമം തോന്നുന്നുണ്ട്. കാരണം ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം പറ്റിയാൽ അമ്മയിൽ നിന്ന് അമ്മയുടെ കിട്ടുന്ന ഞങ്ങൾ കൈനീട്ടം എന്ന് പറയുന്ന പെൻഷൻ എന്നല്ല പറയുന്നത്, കൈനീട്ടം എന്ന് പറയുന്നത്. ആ കൈനീട്ടം കൊണ്ട് 500 കുടുംബം നടന്നു പോകുന്നുണ്ട്. പിന്നെ എന്ന് വേണ്ട, എത്ര പേര് വീട് വെച്ച് കൊടുത്തു, എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നറിയാം ആർട്ടിസ്റ്റിന്. അതിനെ നാഥനില്ലാതായാൽ കുഴപ്പമില്ലേ? അങ്ങനെ ഉണ്ടാവില്ല. ഒരു എല്ലാം ശരിയാവും. ആരെങ്കിലുമൊക്കെ വരും, അവരൊക്കെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അമ്മ നന്നായിട്ട് തന്നെ പോകും, നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ആത്മവിശ്വാസമുണ്ട്, നിശ്ചയമായിട്ടുണ്ട്. പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമോ? പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ലേ, ഉണ്ടാക്കുന്ന പ്രശ്നമല്ലേ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പം എന്താണ് പിറന്നാൾ ദിവസത്തിൽ ന്യൂസ് 18 പ്രേക്ഷകരോട് സാറിന് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഞാൻ ഓരോരുത്തരും പ്രേക്ഷകരോട് പറഞ്ഞു അവർ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ കൂടെ വല്ലതുമൊക്കെ പറഞ്ഞാൽ ബോറടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ നിങ്ങളെല്ലാം ഈശ്വരൻ രക്ഷിക്കട്ടെ, നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ, നിങ്ങളുടെ കുട്ടികളെല്ലാം വളരെ നല്ലവരായിട്ട് വളരട്ടെ, എല്ലാവരും മലയാള സിനിമ കാണട്ടെ, നിങ്ങളുടെ കുട്ടികൾ വളരുന്നതിനോടൊപ്പം മലയാള സിനിമയും വളർന്നു പോകട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും മലയാള സിനിമയുടെ കാരണവരുടെ പിറന്നാൾ ദിവസമാണ്. സാറിനും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ, സന്തോഷത്തോടു കൂടി ഇനിയുള്ള കാലം ജീവിക്കാൻ സാധിക്കട്ടെ. ഞങ്ങളുടെയും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് സാർ. ശരി ഭവ്യ, അപ്പൊ എന്തായാലും മധു സാറിന്റെ ബർത്ത്ഡേ ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ദിവസവും പോലെയാണ് ഇന്നത്തെ ദിവസം എന്നാ പറഞ്ഞത്. അപ്പൊ ആഘോഷങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു പായസം ഉച്ചയ്ക്ക് ഉണ്ടാവും എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളിനി അടുത്ത ഒരു സ്പെഷ്യൽ ഡേയിലേക്ക് കൂടി പോവുകയാണ്. കരുനാഗപ്പള്ളി കടത്തൂരിലെ മുരളീധരൻ പിള്ളയുടെയും ഗിരിജകുമാരിയുടെയും 33ാം വിവാഹ വാർഷികമാണ് ഇന്ന്. അപ്പോൾ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പം ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കുക രണ്ടുപേരും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ മോർണിംഗ് വൈബ്സിന്റെ പ്രധാന സെഗ്മെന്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ദിവസം ഞങ്ങൾക്കൊപ്പം എല്ലാവർക്കും ആഘോഷിക്കാവുന്നതാണ്. അതിന് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇന്നത്തെ സ്പെഷ്യൽ ഡേ, നിങ്ങളുടെ സ്പെഷ്യൽ ഡേ എന്താണ്, നിങ്ങളുടെ പേര്, ഡേറ്റ്, ഫോൺ നമ്പർ സഹിതം അയച്ചാൽ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സൂമിൽ പ്രേക്ഷകർക്ക് നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് അവരുടെ സ്പെഷ്യൽ ഡേ നമ്മുടെ കൂടെയുള്ള രണ്ടുപേരുടെയും കൂടി സ്പെഷ്യൽ ഡേ ആണ് ആര്യ ഇന്ന്. വി അരുൺ, നമ്മുടെ റിപ്പോർട്ടർ വി അരുണിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ അരുൺ. അപ്പോ വരുമ്പോ ചെലവൊക്കെ ആയിട്ട് വരിക. അതെ അതെ. അപ്പം ഹാപ്പി ബർത്ത്ഡേ വി. അതോടൊപ്പം തന്നെ നമ്മുടെ പാനൽ പ്രൊഡ്യൂസർ ആയിട്ടുള്ള നമ്മുടെ മോഹൻ ചേട്ടൻ, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മോഹൻ ചേട്ടൻ, മോഹൻ ഫിലിപ്പിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. മോഹനും റിൻസിക്കും ഒപ്പം ഇപ്പൊ കുഞ്ഞുവാവയുണ്ട്. അപ്പൊ എല്ലാ നല്ല ആശംസകളും ഞങ്ങൾ നേരുകയാണ്. മുന്നോട്ട് പോട്ടെ അല്ലെ, ഇങ്ങനെ സന്തോഷത്തോടെ. ശരി, അപ്പൊ നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. നല്ലൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളങ്ങളിൽ ഒന്നാണ് ആറ്റുകാട് വെള്ളച്ചാട്ടം. ഒരു വശത്ത് തേയിലത്തോട്ടവും മറുവശത്ത് പച്ചവിരിച്ച മലഞ്ചെരുവും. ആറ്റുകാട് വെള്ളച്ചാട്ടത്തിന് കൂടുതൽ മനോഹാരിത നൽകുകയാണ് ഈ കാഴ്ചകൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പള്ളിവാസലിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താമെന്നുള്ളതാണ്. അപ്പൊ ഇനി ഇതുവരെ ഈ വെള്ളച്ചാട്ടം കാണാത്തവർക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു പ്രചോദനം കൂടിയായിട്ട് നമ്മുടെ ഈ സ്റ്റോറി. അപ്പൊ എന്തായാലും ഇതോടെ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അതെ, ആര്യ ഇന്ന് സ്കൂൾ തുറക്കുകയാണ്. അപ്പൊ സ്കൂൾ തുറക്കുന്ന എല്ലാ കുട്ടികൾക്കും 10 ദിവസം ഓണാവധി കഴിഞ്ഞിട്ട് ഇന്ന് സ്കൂൾ തുറക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ. വേഗം സ്കൂളിലേക്ക് പോയിക്കോ, ബാക്കി പരിപാടികളെല്ലാം നടത്തിക്കോ. അപ്പോൾ നമ്മുടെ സമയം അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ 2ാം മൈലിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയിൽ തേയിലക്കാടിനും മലഞ്ചെരുവിനുമിടയിലൂടെ പാറക്കെട്ടുകളിൽ തല്ലി നുരഞ്ഞൊഴുകുന്ന ആറ്റുകാട് വെള്ളച്ചാട്ടം കാണാം. മുകളിൽ കോടമഞ്ഞും താഴെ പരന്ന പച്ചപ്പിനുമിടയിൽ ആറ്റുകാട് വെള്ളച്ചാട്ടം തീർക്കുന്ന ഭംഗി ഏറെ മനോഹരമാണ്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണ് ഈ വെള്ളച്ചാട്ടം.
പള്ളിവാസലിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ആറ്റുകാട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. തേയിലക്കാടുകൾക്കിടയിലൂടെയുള്ള യാത്രയും ആസ്വാദികരമാണ്. രണ്ട് കുന്നിൻ ചെരുവുകളെ വേർതിരിക്കും വിധമാണ് പാറയിടുക്കിലൂടെ വെള്ളമൊഴുകുന്നത്. മഴക്കാലത്ത് വെള്ളച്ചാട്ടം ഉഗ്രരൂപം ഭാവിക്കും. ഇരമ്പൽ ഭയാനകമെങ്കിലും കാഴ്ചയ്ക്ക് ഭംഗിയേറെയാണ്. അടി ഉയരമുള്ള പാറക്കെട്ടുകളിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തുവരെ റോഡ് സൗകര്യമുള്ളതുകൊണ്ട് സന്ദർശകർക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാനും സാധിക്കും. വെള്ളച്ചാട്ടത്തിനൊപ്പം പ്രദേശത്തിന്റെ മനോഹാരിതയും സഞ്ചാരികളെ ആകർഷിക്കുന്നു. ന്യൂസ് 18 മൂന്നാർ.